അതാ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വിത്ത് നമ്മുടെ കാര്യക്കാർ നസീറിക്ക, പ്രജോദേട്ട, ബിജുകുട്ടൻ ചേട്ടാ, വെൽക്കം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരുടെ വേദിയിൽ അടുത്തതൊരു വെറൈറ്റി സ്കിറ്റ് ആയാലോ? അപ്പൊ ഒരു വെറൈറ്റി സ്കിറ്റുമായിട്ട് ഒരു ടീം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം ഷൈജു പുന്നപ്ര, രജു ആൻഡ് മാളു ഗുരുവായൂർ. വേറെ എന്തോന്നാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് വഴക്കിടുമ്പോ പിടിച്ചു മാറ്റണേ. ഞാൻ ഗുസ്തി മത്സരത്തിൽ റെഫറി അല്ല, അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് മനസ്സിലായോ? എന്റെ പൊന്ന് രമേശ്, ആ തോന്നിയാസം കാണിക്കല്ലേ. ഇത് നിന്റെ വീടല്ല, കോടതി വരാൻ തേണം, മനസ്സിലാക്കിയേക്കണം. കേസ് വിളിക്കുമ്പോ അങ്ങോട്ട് വന്നേക്കണം കേട്ടോ. ഞാൻ ബാർ വരെ ഒന്ന് പോയിട്ട് വരാം. എങ്ങോട്ട്? എന്റെ പൊന്ന് രമേശ, നീ ഉദ്ദേശിക്കുന്ന ബാർ അല്ലത്, അഡ്വക്കേറ്റ്സിന്റെ അസോസിയേഷൻ ബാർ, മനസ്സിലായാ? വല്ല അഡ്വക്കേറ്റ് കാര്യം മതിയായിരുന്നു. അസോസിയേഷനിലേക്ക് പോയിട്ട് വെള്ളം അടിക്കായിരുന്നു. നിങ്ങൾ ഇങ്ങനെ കുടിച്ച് നടക്ക്. അല്ല മനുഷ്യൻ, നിങ്ങൾ എന്തിനാ ഡിവോഴ്സ് ചെയ്യണം? ഒരു കാരണം പറയാൻ പറ്റുമോ? ഒരു കാരണം? നിന്നെ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം ഒന്നടി പല. ഇതാണ് ആദ്യത്തെ കാര്യം. 24 മണിക്കൂർ നിന്റെ ഫോണിൽ ഫോൺ വരും. അതെ, ആ കുണുകുണ നിങ്ങളുടെയാ? നിങ്ങളുടെയാ? എന്റെയാണ്. അല്ല, ഫോണാകുമ്പോ വലിയ വരും, ഫോണിൽ സൈലന്റ് മോഡി വെക്കേണ്ടി വരും. അല്ല, ഞാനത് എന്റെ ഫോൺ സൈലന്റ് മോഡി വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ വരുന്നത് മാത്രമല്ല, 24 മണിക്കൂർ നിനക്കുള്ള ഈ ഞോണ്ടൽ. ഏത് സമയം നോക്കിയാലും ഏത് സമയം ഞോണ്ടലൊന്നും നിർത്തോ ചേട്ടാ? ഞാൻ കഴിഞ്ഞ ദിവസം ആ തായ്ലാൻഡിൽ ടൂർ പോയതാണ്. ഇത്ര വലിയ പ്രശ്നം. തായ്ലാൻഡിൽ ടൂർ പോയതല്ലടി, അവിടെ ടൂർ പോയിട്ട് ഒരു കുരങ്ങനെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അതുമായിട്ട് ഫോട്ടോ എടുത്ത് എന്നിട്ട് ഫേസ്ബുക്കിലേക്ക് നീ വൈറലാക്കി. അയ്യേ ചേട്ടാ, അത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. നിനക്കത് ട്രെൻഡ്. എന്റെ വീട്ടിലിരിക്കുന്ന 90 വയസ്സുള്ള അമ്മൂമ്മ കണ്ടിട്ട് പറഞ്ഞെന്നറിയുമോ? അല്ലടാ രമേശ, നീ ടൂർ പോണില്ലെന്ന് പറഞ്ഞിട്ട് നീയും കൂടെ അവിടെ പോയി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ നീ വൈറലാക്കിയിട്ടാണോ അറിയുന്നത്? അത് മുത്തശ്ശി മാത്രല്ല, എല്ലാവരും ചോദിച്ചു നിങ്ങളെ ഫാമിലി ഫോട്ടോ. എന്റെ ചേട്ടാ രംഗുട്ട പാവാണ്. രംഗുട്ടൻ ആ കറങ്ങിന്റെ പേര്. ഇവിടെ റെങ്കൂട്ടാൻ കാണാൻ വിട്ട സമയം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ 10 റംബൂട്ടാൻ മേടിച്ച് കഴിച്ചിരുന്നെങ്കിൽ അതെങ്കിലും ശരീരത്തിൽ കിടന്നത്. ചേട്ടാ, ആ രംഗുട്ട പാവാണ്. ഞങ്ങളെ പോലെ സുന്ദരിയെ പെമ്പിള്ളേരെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കലാണ് അവന്റെ വീക്ക്നെസ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ശരിയാ. അത് കുരങ്ങനല്ല, കുരങ്ങന്റെ ഫിഗർ ചെയ്യുന്ന ഏതോ ഒരു നാട്ടിലെ കോഴിയാണത്. കോഴി. ഞങ്ങളെ രംഗൂട്ടാനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലോ ശരിയാക്കി തന്നെ കേട്ടോ. ഫേസ്ബുക്ക് റംബൂട്ടാനും നിങ്ങൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് സോഷ്യൽ മീഡിയ മതി. എന്താ പോയേ? ഞാൻ വാദിച്ച കേസിന്റെ വിധിയായിരുന്നു. എന്നിട്ട് എന്തായിരുന്നു വിധി? വാങ്ങിച്ചു കൊടുത്തു. എന്റെ പൊന്ന് രമേശ, ഞാൻ വാദിച്ച എന്റെ കക്ഷിക്കാണ് തൂക്കേറ് കിട്ടിയത്. അവിടെ ഒന്നും പറയില്ല. നീ വന്നേ, ഞാൻ വക്കീലിനെ പറഞ്ഞ് കയറ്റി പൊക്കത്തോണ്ട് വെച്ചേക്കുവാ. വക്കീല് വാദിക്കാൻ നേരം ഇംഗ്ലീഷ് പറയണം. മറ്റേ മമ്മൂട്ടി പറയണ പോലെ സംതിങ് എന്നൊക്കെ പുള്ളി പറയണ പോലെ അവളുടെ മുമ്പിൽ വക്കീൽ ഇംഗ്ലീഷ് പറഞ്ഞേ പറ്റും. എന്റെ പൊന്ന് രമേശ, നിനക്ക് LLBയുടെ ഫുൾ ഫോം അറിയാവോ? ഇല്ല. ലീഗം ബെക്കാലോറിയസ്, ഒരു ലാറ്റിൻ വേർഡാണ്. കേട്ടല്ലോ. ഇത് പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ചുരുക്കം ചില വക്കീലന്മാര് LLB ചുരുക്കി പറയുന്നത്. അപ്പോഴാണ് ഈ ഇത്ര നീളമുള്ള ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷ് വേണ്ട. ഇതിനെ എന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റി തരണം. പറിച്ചു മാറ്റ ഇത് സിനിമാ പോസ്റ്റ് അല്ല രമേശ. ഇയാള് പലതും പറയും. ഇയാളെ ജീവിതത്തെ എന്നെ പറിച്ചു മാറ്റാൻ അത്ര എളുപ്പമല്ല. എന്റെ വക്കീലെ ചുമ്മാതൊന്നല്ല, നല്ല സ്ത്രീധനം കൊടുത്തിട്ടാണ് ഇയാൾക്ക് എന്റെ വീട്ടിൽ. എന്താടി തന്നത്? സ്ത്രീധനം എന്ന് പറയരുത്, അതിന് റീഫണ്ട് എന്ന് പറയണം. റീഫണ്ടോ? ഏട്ടാ വക്കീലെ, ഇവളെ കെട്ടുന്നതിന് മുമ്പ് ഇവളെ കൊണ്ട് കറങ്ങിയപ്പോ എന്റെ കയ്യിൽ നിന്ന് മുടങ്ങിയ പൈസ ഇവരുടെ വീട്ടുകാർ എനിക്ക് റീഫണ്ട് ചെയ്തു തന്നു. അതേ പറയാനുള്ളൂ. അല്ല, റീസൺ പറയാൻ പറ്റത്തില്ലായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാലം നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണല്ലോ നടന്നിരുന്നത്. ചുമ്മാ നല്ലടോ, തന്നെ പഴയ കാമുകി തന്നെ ഇട്ടു പോയത്. ഇട്ടു പോകുന്നല്ല. പിന്നെ അവളുടെ സ്നേഹം കണ്ടപ്പോ എനിക്ക് അങ്ങ് ഭയങ്കര അവിടെ എന്തോ തോന്നി. അപ്പൊ എനിക്ക് എന്റെ അമ്മ സ്നേഹിക്കുന്ന പോലെ എനിക്ക് അവളുടെ സ്നേഹം കണ്ടപ്പോ തോന്നി. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, വക്കീല് കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞു, എടി നിന്റെ സ്നേഹം കാണുമ്പോൾ എനിക്ക് എന്റെ അമ്മ സ്നേഹിക്കുന്ന പോലെ തോന്നുന്നു, നീ എന്റെ അമ്മയാടി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവൾ എന്റെ കൈ പിടിച്ചിട്ട് പറയാ, ഇപ്പൊ നിനക്കൊരു അമ്മ സെറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഒരു അച്ഛനെ സെറ്റ് ആയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു ചെറുക്കനോട് പോരാ. ഇതുവരെ വന്നിട്ടില്ലെന്ന്. എങ്ങനെ ഭാര്യന്റെ പൊന്നു വാക്കില്ല, നിങ്ങൾ പിന്നെ നിൽക്കാണ്ട് മുന്നിൽ വാ. എങ്ങനെ വരും? ആ അച്ഛനും അമ്മ ഇവരൊക്കെ മൊത്തം കള്ളക്കൂട്ടങ്ങളാ. കല്യാണത്തിന്റെ അന്ന് ഇവരമ്മ പറയണു, എന്റെ പൊന്നുമോളെ നിന്നെ കൊട്ടാരത്തിലേക്കാ കെട്ടിക്കൊണ്ടുപോകുന്നു. കൊട്ടാരത്തിലേക്കാന്ന്. ഞാൻ കണ്ടു ഇയാളുടെ കൊട്ടാരം. ആ കോമഡിയിലെ ശശാങ്കം പറയണ പോലെ 4 കമ്പ് മോലെ കീറും ചുറ്റിട്ട് അതും ഒരു ബോർഡ് എഴുതി വെച്ചോ കൊട്ടാരം. ഒരു കുഴപ്പമില്ല വക്കീലേ. ആദ്യ രാത്രിയുടെ അന്ന് ഒരു ചാറ്റൽ മഴ. അപ്പൊ ഇവരമ്മ വന്ന് തുണി കൊണ്ട് മാറ്റി.
അതുകൂടെ പറയാൻ പാടില്ല. രമേശ ഒബ്ജക്ഷൻ. മോളെ യു പ്രൊസീഡ്. വക്കീലെ ഈ വാതിലിന് പകരം തുണിയിട്ടിട്ടുള്ളത് അതങ്ങ് മാറ്റി ഒരു പാത്രം കൊടുന്ന് വെച്ച് ചാറ്റൽ മഴ വീണ്ടും വന്നു. വീണ്ടും ഒരു പാത്രം വന്നു. പിന്നെ മഴയോട് മഴ, പാത്രത്തോട് പാത്രം. നേരം വെളുത്ത് ഞാൻ കണ്ണു തുറന്നപ്പോ എന്റെ ദൈവമേ, ഞാൻ പാത്രക്കടയിലാണോ വീഗാലാൻഡിലാണോ എനിക്കറിഞ്ഞൂടെ. കഞ്ഞിക്കാലം ചരിവൊക്കെ ഇങ്ങനെ പോവാ. വക്കീലെ ഇവളുടെ വീട്ടിൽ ഒരു ദിവസം പോയി. നമ്മൾ സ്വാഭാവികമായിട്ട് കുളിക്കുമല്ലോ. കുളിക്കാൻ വേണ്ടി ഞാൻ ഇത് പൈപ്പ് ഒന്ന് തുറന്നു. ഉടനെ ഇവളുടെ അമ്മ ഒന്ന് പറയാ, എടാ രമേശ നീ പൈപ്പിൽ കുളിക്കല്ലേ, നീ ഷവറിൽ കുളിക്കാൻ. അത് മര്യാദ. എന്തേ ഷവറിൽ കുളിച്ചില്ലേ? അയ്യോ ഇവളുടെ ഷവർ കാണണം. ഉജാനപ്പാട്ടക്കകത്ത് 24 ഊട്ടയിട്ടിട്ട് അതിന്റെ അകത്തൂടെ വെള്ളം വരുന്നതാണ് ഇവളുടെ വീട്ടിലെ ഷവർ. ഇനിയിപ്പോ അതിന്റെ കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഇവളുടെ വീടിന്റെ പരിസരത്തുള്ള കോഴികളൊക്കെ എടുത്ത് ഒറ്റ ഓട്ടം. നീലക്കുറങ്ങനെ കണ്ട പിന്നെ കോഴി പിന്നെ ഓടാതിരിക്കുവോ? ഓ എന്റെ ദൈവമേ, ലവ് മാരേജിന് പകരം അറേഞ്ച് മാരേജ് മാറ്റിയായിരുന്നു. എന്റെ പൊന്നു പെങ്ങളെ, ഈ വിഷം കഴിച്ച് മരിച്ചാലും തൂങ്ങിക്കെത്താനും റിസൾട്ട് ഒത്ത ചങ്കര. ഒന്ന് തൊട്ട് നോക്കി, എന്നെ തൊട്ട് നോക്കി. ജീവനുണ്ടോ? ഉണ്ടല്ലോ. ഈ ജീവിച്ചിരിക്കുന്ന എന്റെ ഫോട്ടോയില് ഇവള് മാലയിട്ട് വെച്ച് വിളക്ക് കത്തിച്ച് വെച്ച്. അറിയോ എന്ത് മോശത്തരോ പെങ്ങളെ കാണിച്ചു വെച്ചത്? എന്ത് മോശത്തരം? എന്റെ വക്കീലെ, എന്റെ അച്ഛനമ്മയും കല്യാണത്തിന് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, മോളെ നീ ഭർത്താവിന് ദൈവത്തെ പോലെ കാണുന്നു. വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? ദൈവത്തെ പോലെയാ കണ്ടത്, പക്ഷെ അത് വായിലാക്കുന്ന അപ്പനായി പോയെന്നുള്ളൂ. മിണ്ടാൻ സമ്മതിക്കട്ടെ. എങ്ങനെ മിണ്ടാൻ സമ്മതിക്കും? വക്കീലെ, കഴിഞ്ഞ ദിവസം ഞാൻ ആ തായ്ലാൻഡിൽ ടൂർ പോയി. അവിടെ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു. വക്കീലിനോട് ഇപ്പൊ ഇങ്ങനെ പറയാം, വക്കീലാണ് കുരങ്ങൻ. ഈ കുരങ്ങന്റെ കൈതേ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്ത വക്കീൽ എന്താണ് തോന്നുന്നോ? ഒന്നും തോന്നില്ല പെങ്ങളെ. നീ തായ്ലാന്റിലോ പോയി ഫോട്ടോ എടുത്ത് എന്നും പറഞ്ഞ് ഈ കുരങ്ങന്റെ കൂടെ എങ്ങാനും ഫോട്ടോ എടുത്താൽ നിന്റെ പല്ലും നഖവും മാത്രം ബാക്കി കാണുള്ളൂ. പറയാനുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫോട്ടോ എടുപ്പിന്റെ കാര്യം പറഞ്ഞു. ഒന്നുമില്ല കുരങ്ങ. അല്ല വക്കീലേ, അല്ല സമയം ഇപ്പൊ എത്രയായി? സമയം ഇപ്പം 12 മണി. 12 മണിയാ? അയാൾക്ക് ഷുഗർ ഉള്ളതാണ്, ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ പറ. ഷുഗർ ഉള്ളേ ഭക്ഷണം കഴിക്കാൻ. അത് ഞാനൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അവനൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വരുന്ന വഴി കടയിൽ നിന്ന് ഇച്ചിരി പെന്നും കാര്യങ്ങളൊക്കെ വാങ്ങി കൊണ്ടിട്ടുണ്ട്. അവള് പണ്ടാ കാര്യങ്ങൾ മേടിച്ചോണ്ട് അത് കഴിക്കടാ. അവൾ എന്ത് മേടിച്ചാലും എനിക്ക് വേണ്ട, ഞാനത് കഴിക്കത്തില്ല. അവന് വേണ്ടാന്ന്. വേണ്ടെന്നാ വക്കീൽ, അതിന്റെ ഉള്ളിൽ കാരണം ആള് പറിക്കും, ആളുണ്ടാവില്ല കൊടുക്കും. അപ്പോഴും പറഞ്ഞ ഭക്ഷണം നേരത്തിന് കഴിച്ചില്ലെങ്കിൽ തുറന്നേ അറിയണല്ലേ ഭക്ഷണത്തിന്റെ നേരം കഴിച്ചില്ലെങ്കിൽ ഇതാവുന്നു. ഓ പൊടി ഇച്ചിരി കുടിച്ചാ മതി. മതി 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 മതി. പറയല് മാറിയാ ഓക്കെയാ? പിന്നെ വക്കീലേ, ഇവളെ എന്ന് എന്റെ തലേന്ന് ഒഴിച്ചു തരാൻ പറ്റും? എന്ന് കേസ് തീരും? എന്റെ രമേശ, കേസ് നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. എന്റെ വീട് പണിയും തുടങ്ങിയല്ലേ ഉള്ളൂ. വസതി കഴിയട്ടെ, അപ്പൊ കേസ് തീർത്തരാം. സമയം ഇപ്പൊ എത്രയായി? സമയം ഞാൻ പറഞ്ഞല്ലോ 12 മണി. 12:10 10 അവളോട് പ്രഷറിന്റെ ഗുളിക കഴിക്കാൻ പറ. നിന്നോട് ഗുളിക കഴിക്കാൻ പറഞ്ഞു കേട്ടോ. ഞാൻ കൊടുത്തിട്ടില്ല. എങ്ങനെ കൊണ്ടുവരും? എനിക്കറിയാം നീ ഇതൊക്കെ മറക്കൂന്ന് എനിക്കറിയാം. ഇവിടെ വന്നേടി, ഇവിടെ വന്നേ. ഈ ഗുളിക കഴിച്ചു വെറുതെ ഇവിടെ അസുഖങ്ങളൊന്നും വരുത്തി വെക്കരുത്, മനസ്സിലായോ? എല്ലാം പറ്റും നിനക്ക്. കഴിച്ചേ, വെള്ളം കുടിച്ചു. എന്തായാലും വേറെ തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല ചേട്ടാ. അവിടെ ഇരിക്കണോ നിനക്ക്? വേണ്ട വേണ്ട, ഇരിക്കാൻ കുറച്ച് നേരം. കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. പറയാ വക്കീലേ, ഇയാളെ എപ്പ എന്റെ തലേന്ന് ഒളിപ്പിക്കാൻ പറ്റും? വക്കീല എന്തെങ്കിലും നോക്കണത്? അല്ല, ഇത് കുടുംബകോടതി തന്നെയാണെന്ന് നോക്കിയതാണെന്നേ. എന്റെ വക്കീലെ, ഒരു ഭാര്യമാർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇയാൾ എന്നോട് ചെയ്തത്. എന്താണ് ഞാൻ ചെയ്തത്? മിണ്ടരുത്. ഇയാൾ ആരോടും പറയാണ്ട് പട്ടായ പോയി വക്കീലെ, പട്ടായയില്. എപ്പോഴാണ് ഞാൻ പട്ടായ പോയത്? നിങ്ങളെ പോക്കറ്റിൽ നിന്ന് ടിക്കറ്റ് സഹിതം തെളിവ് സഹിതം ഞാൻ തെളിവ് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാൻ കാര്യങ്ങൾ കേട്ടാ. കണ്ട അതൊക്കെ അയ്യോ കള്ളത്തരം കാണിച്ചൊന്നല്ല, ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ടിക്കറ്റ് ഇല്ല, ഒന്നുമില്ല. എന്റെ ടിക്കറ്റ് ശരിക്കും പറയാ നീ എവിടെ പോയതാടാ? സത്യം പറഞ്ഞ ഞാൻ പട്ടായലല്ല പോയത്, ഞാൻ പട്ടാമ്പിക്ക് പണിക്ക് പോയതാ. ആ ടിക്കറ്റ് കണ്ടെന്ന് ഇവർക്ക് ഈ വിവരം കെട്ടവൻ എന്റെ തലേന്ന് മാറ്റി തരാമോ? മാറ്റിത്തരും. വക്കീലേ, ഇയാള് പലതും പറയും വക്കീലേ. ഒരു കുടുംബാകുമ്പോ എന്താ വേണ്ടത്? ഐക്യല്ലേ? ഒരു കുടുംബമാകുമ്പോ ഐക്യം വേണം. ഭാര്യയും ഭർത്താവുമ്പോ ഐക്യത്തോടെ കൊണ്ട് മുന്നോട്ട് പോകണം. ആ വീടായ വീടും പറമ്പായ പറമ്പും പട്ടിട പോലെ ഓടി നടന്ന് പണിയെടുക്കുമ്പോ ഒരു കൈ സഹായം. എന്റെ പൊന്നു രമേശ്, അത് വേണം. നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ അവിടുത്തെ ജോലിയൊക്കെ പപ്പ അത് ചെയ്യണം, ഭാര്യയും ഭർത്താവും തമ്മിൽ. ഇവിടെ സഹായിക്കാൻ ചെല്ലി ഇവൾ എന്തൊക്കെ ചെയ്യുന്നറിയോ? തുണി അലപ്പിക്കും, പാത്രം കഴിക്കും, മുറ്റടിപ്പിക്കും, തറ തുടപ്പിക്കും, അങ്ങനെ എല്ലാ പണികളും ഇവിടെ ചെയ്യിപ്പിക്കും. എന്റെ പൊന്നു രമേശ, ഈ വീട്ടുപണി എന്ന് പറയുന്നത് അത്ര വലിയ പണിയൊന്നും അല്ലടാ. അതായത് നമ്മൾ ഈ പാത്രം കഴുകലെന്ന് പറയുമ്പോ ചെറിയൊരു സോപ്പ് കിട്ടും, നേരെ സ്പോഞ്ച് മുക്കുക, കഴിഞ്ഞല്ലോ. പിന്നെ തുണി അലക്കല്, അലക്കലൊക്കെ മാറ്റിയിട്ട് 10 15 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാഷിംഗ് മെഷീൻ കിട്ടും. നേരെ തുണി ഇടുക, വെള്ളം ഒഴിക്കുക, സോപ്പ് പൊടി ഇടുക, സ്വിച്ച് വെക്കുക, കഴുകി ഉണങ്ങി നമുക്ക് റിസ്കില്ല. പിന്നെ തറ തുടക്കില്ല. അതായത് 175 രൂപക്ക് നല്ല 1-ാം തരം മോപ്പ് കിട്ടും. നേരെ വെള്ളത്തിൽ മുക്കുക,
രണ്ടോരാ അരമണിക്കൂർ വീട് ക്ലീനാ. വക്കീലിക്ക് വന്നേ എന്നാലും അവസ്ഥയല്ലേ വക്കീലിന് വീട്ടിൽ അതെനിക്ക് മനസ്സിലായി. അല്ല എന്ത് കഷ്ടം. ആ വക്കീൽ അങ്ങോട്ട് പോയി. അപ്പൊ ഞാനും നിങ്ങളും മാത്രമുള്ളൂ. എന്റെ പൊന്നിച്ചേട്ട സമാധാനപരമായിട്ടൊന്ന് കേൾക്കണം. ഞാൻ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കേണ്ടെന്നല്ലേ നിങ്ങളുടെ പ്രശ്നം. അതുകൊണ്ടാണല്ലോ ഈ ഡിവോഴ്സിനൊക്കെ കൊടുക്കുന്നത്. ചേട്ടാ നിങ്ങൾ ആദ്യം ഈ കോലൊക്കെ ഒന്ന് മാറ്റി യൂത്ത് മൈൻഡ് ആവും. എന്നിട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റ ഇതൊക്കെ ഉപയോഗിച്ച് അതെന്താന്നൊക്കെ അറിയേ. എനിക്ക് എന്നെ തന്നെ നോക്കാം. എനിക്ക് ഇൻസ്റ്റയിൽ 1 ലക്ഷം പേരാണ് എന്നെ ഫോളോ ചെയ്യുന്നത്. 1 ലക്ഷം പേര്. 1 ലക്ഷം പേര് നിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. കൊള്ളാം. പണ്ട് ഇവളെ ഒറ്റയ്ക്ക് ഞാനൊന്ന് ഫോളോ ചെയ്തപ്പോൾ ഇവിടെ ആങ്ങളമാര് വന്നെന്നെ എന്താണ് ഈ 1 ലക്ഷം പേർക്കെല്ലാം നിന്റെ ആങ്ങളമാരുടെ കയ്യിൽ പൊങ്ങുന്നില്ലേ? പുരോഗമില്ലാത്തൊരു മനുഷ്യന്റെ കൂടെ എനിക്ക് ജീവിക്കണ്ട. ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് സങ്കടമുള്ള കാര്യമാണ്. എന്റെ വീട് പണി മുടങ്ങും, എന്നാലും കുഴപ്പമില്ല. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇന്ന് തന്നെ ഡിവോഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയുക, കൈമാറാനുള്ള കാര്യങ്ങൾ കൈമാറുക. ഓക്കെ? ഒരു തേങ്ങലാകുന്നു ഞാൻ, അലയാനിരുളിൽ ഒരു പാവയാകുന്നു ഞാൻ. നിനക്കെന്റെ കണ്ണീർ പൂവിൻ തേൻ തുള്ളികൾ കരളിന്റെ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഈ ബാഗില് ഷർട്ടൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കാച്ചി എണ്ണ വെച്ചിട്ടുണ്ട്. അത് തേച്ചേ കുളിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തലേത്ത് മുടി കൊഴിയും. രാസനാഥി പൊടി ഒരു ഡപ്പ വെച്ചിട്ടുണ്ട്. കുളിച്ചിട്ട് തേക്കണം, ജലദോഷം വരുത്തിക്കണം, വെയിലൊന്നും കൊള്ളരുത്. പിന്നെ ചേട്ടന് ഇഷ്ടമില്ലാത്ത ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് മുമ്പേ ഡിലീറ്റ് ചെയ്തു. ഞാൻ പോവാ. പിന്നെ നീ മറ്റേ പ്രസവത്തിന്റെ ഗുളിയൊക്കെ കഴിക്കണം. തലയിറങ്ങി ഇവിടെ വീടരുത്. പിന്നെ വീട്ടിലെ പണിയൊന്നും നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട. ആ ശാന്ത ചേച്ചിനോട് വിളിച്ചു, അവർക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാം. പിന്നെ നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്റെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ കളഞ്ഞെന്ന്, അത് കളയണ്ട, അത് വെച്ചോ. അതൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേട്ടനില്ലാത്ത ഇൻസ്റ്റ എനിക്ക് ലൈക്ക് ഇല്ലാത്ത പോസ്റ്റ് പോലെ ചേട്ടാ. എന്റെ പൊന്നു രമേശ, നിങ്ങളിപ്പോ ഈ പിരിയാൻ നേരത്ത് കാണിച്ച ഈ സ്നേഹമില്ലേ, അത് നേരത്തെ ജീവിതത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഈ കോടതി വരാതെ വന്ന് നിൽക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന. പെങ്ങളെ, ഈ കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയത്തുള്ളൂ. മനസ്സിലായ രമേശ? പഴയൊരു സിനിമാ പാട്ടില്ലേടാ, ഏതാ? അക്ഷരത്തെറ്റ് വരുത്താതിരുന്നാൽ ദാമ്പത്യം അത് മഹാകാവ്യൊന്നും. സത്യമാണ്. നമ്മൾ സന്തോഷകരമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. ഡിവോഴ്സിന്റെ കാര്യമൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നിങ്ങൾ ഈ സന്തോഷത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കേസ് ഞാൻ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നു, നിങ്ങളുടെ പരാതി ഞാൻ ഇവിടെ വെച്ച് കീറുകയാണ്. എന്താ, സമ്മതമാണ്? എന്നാ പിന്നെ വക്കീലേ അതൊക്കെ കീറി കളഞ്ഞേക്ക്. അല്ലേ സമയം? ഓക്കേ. അത് മഹാകാവ്യം, ദാമ്പത്യം ഒരു മഹാകാവ്യം. നല്ല ജയറാം സിനിമയൊക്കെ അല്ലേ, പണ്ടേ ഒരു ജയറാം സിനിമയൊക്കെ കണ്ടിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് നേരെ നമ്മുടെ ജഡ്ജസിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് വിത്ത് പ്രചോദേട്ടൻ. ഷൈജു പുനപ്ര, മാളു, റജു, കിട്ടിന സ്കിറ്റ് അടിപൊളി പണിയെടുത്തു. അതിലുപരി ഞാൻ പറയുന്നത് നമ്മളൊരു സ്കിറ്റ് മോഡൽ അല്ലാതെ ഇപ്പം മീനാക്ഷി തുടങ്ങിയ പോലെ തന്നെ ഒരു നല്ല ഗംഭീരമായ ഒരു കഥ കാണുന്നൊരു ഫീൽ, ഒരു ഇമോഷണൽ കഥ കാണുന്നൊരു ഫീല് നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. നമുക്കറിയാം ഒരുപാട് AI വന്നു, ടെക്നിക്കൽ സൈഡൊക്കെ ഒരുപാട് വളർന്നെങ്കിലും മനുഷ്യൻ്റെ മനസ്സിൽ ഇമോഷൻസ് എവിടെ തൊടുന്നോ അല്ലെ ഇമോഷൻസ് എവിടെയാണ് ഉണ്ടാകുന്നത് അതിൽ തൊടാൻ സാധിച്ചാൽ അവിടെ വിജയം ഉണ്ടാകും. നിങ്ങളുടെ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ തൊട്ടു. ഈ ഒരു സ്കിറ്റ് എന്ന് പറയുന്നത് ഗംഭീര എന്താ പറയുന്നത് ഒരു പക്വതയായിട്ടുള്ള കളിയായിരുന്നു. നിങ്ങൾ 3 പേരും അസലായിട്ട് പെർഫോം ചെയ്തു. അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്, അക്ഷരത്തെറ്റ് വരുത്താതിരുന്നാൽ കുടുംബം എന്ന് പറയുന്ന മഹാകാവ്യമാണ്. ശ്രീകുമാരൻ സാറിൻ്റെ വരിയാണ് അല്ലേ ആ സിനിമ. അത് ആ ക്ലൈമാക്സ് ഒക്കെ ആപ്റ്റ് ക്ലൈമാക്സ് ആയിരുന്നു. തുടക്കത്തിൽ നിങ്ങൾ ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. എല്ലാ ഫാമിലിയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, അത് പറഞ്ഞു തീർത്താതിരുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഇവർക്ക് തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും, ഇവരുടെ സോള് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. പക്ഷേ ഇതിനിടയിൽ കുറേ ആൾക്കാർ വന്നു കുത്തിത്തിരി പ്രശ്നങ്ങളുണ്ട്. പല ഡിവോഴ്സ് നടക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ആ ഡിവോഴ്സൊക്കെ നടക്കുന്നവരും നടന്നവരും ഒക്കെ അവർക്കൊക്കെ ഒരു ചിന്തയാണ് ഈ സ്കിറ്റ്.
ഇനിയും ഒന്നിക്കണോ, ഒന്നുകൂടെ ഒന്ന് യൂണിയൻ ചെയ്യണോ? നിങ്ങൾ തുടക്കം രണ്ടുപേരുടെയും ക്ലാഷ് പരിപാടി ഗംഭീരമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു. വക്കീൽ വന്നു, വക്കീലിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, വക്കീൽ ഓടി വന്നിട്ട് മറ്റവനെ തൂക്കിക്കൊല്ലാൻ പറ്റിച്ചു, ഞാൻ ബാധിച്ച ഒരാളാണ് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ നല്ല ചിരി ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഷുഗർ വരുന്നുണ്ട്, അപ്പോൾ ഭാര്യ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി. അതിനുശേഷം ഭാര്യയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ ഭർത്താവ് ട്രീറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ഈ വിധി അവസാനമാണ്, നിങ്ങൾ ഡിവോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം നമുക്കൊരു ഭയങ്കര ഫീലായിപ്പോയി. കാരണം നിങ്ങളുടെ ഒരു സ്നേഹം എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നല്ല ആ പ്ലേയിലൂടെ നിങ്ങൾ കാണിച്ചു എന്നുള്ളതാണ്. ഇതൊരു സ്കിറ്റുകളി മാത്രമല്ല, നിങ്ങൾ ഭയങ്കര ലൈഫായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഒരു കുടുംബ കോടതിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്തു. അവിടെ നിന്ന് കേസ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഡിവോഴ്സ് ആകരുതേ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് നിൽക്കണമെന്നൊരു ഫീൽ ഞങ്ങളിലേക്ക് തരണമെങ്കിൽ അത് നിങ്ങളുടെ പെർഫോമൻസ് ആയിരുന്നു. അടിപൊളിയായിട്ട് നിങ്ങളത് പെർഫോം ചെയ്തു, ഗംഭീരമായിട്ട് പറഞ്ഞു വെച്ചു. വക്കീലൊക്കെ ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ശരിയാണ്, തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ ഈ കുരങ്ങൻ്റെ ഫോട്ടോ എടുക്കാത്തില്ല, അതൊരു ട്രെൻഡാണത്. കാര്യം എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്. പിന്നെ അതിനോട് ഉപമിച്ച് കുറേ കഥയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ കൗണ്ടറുകളും നന്നായിട്ട് എനിക്കൊന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നിങ്ങളിലുണ്ട്. ഇനിയും നിങ്ങൾ ഐറ്റം വരയിൽ ഒരുപാട് നല്ല സ്കിറ്റുകളായിട്ട് യാത്ര ചെയ്യാനുള്ളവരാണ്. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. എനിക്ക് തോന്നുന്ന ഒരു ഫീൽ ഗുഡ് സ്കിറ്റായിരുന്നു. ഫീൽ ഗുഡ് കാരണം അത് നമുക്ക് ചിരിപ്പിക്കാൻ മാത്രമല്ല, ചിന്തിപ്പിക്കാനും, അത് ഭയങ്കരമായിട്ട് മനസ്സുകളിലേക്കും, ഞങ്ങളുടെയൊക്കെ മനസ്സുകളിലേക്കും, ഇത് കാണുന്നവരുടെ മനസ്സിലേക്കും ഇറങ്ങി ചെല്ലാൻ പറ്റിയ, ചിന്തിക്കാനുള്ള കിടിലൻ സ്കിറ്റായിരുന്നു അത്. അതാണ് ആദ്യം സ്കിറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ സോങ് ഉണ്ടല്ലോ, സെന്റിമെന്റൽ സോങ്, അത് ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ പോലും എന്തോ പെട്ടെന്ന് ഞങ്ങൾ തന്നെ കരഞ്ഞു പോയി. ഇത് കോമഡി ഉണ്ടോ ഞങ്ങളോട്. പക്ഷെ അത് ആപ്റ്റായിട്ടുള്ളൊരു ഈ കണ്ടന്റിന് വേണ്ട ഒരു ക്ലൈമാക്സ് തന്നെയായിരുന്നു. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 3 പേരും ഗംഭീരമായി എന്നുള്ളതാണ്. എനിക്ക് എസ്പെഷ്യലി പറയേണ്ട ഒരു കാര്യം, ഷൈജു പുന്നപ്പറ, നിങ്ങൾ അസാധ്യ ഒരു കലാകാരനാണ് കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം ഈ സ്കിറ്റിൽ നിങ്ങൾ കളിച്ചത് ഭയങ്കര, 3 പേരും നല്ല ലൈഫായിരുന്നു. ഒരാൾ പോലും അവരവരുടെ ആ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. വക്കീൽ ഉൾപ്പെടെ, സെൻട്രലിൽ നിന്ന് വൈഫ് ഉൾപ്പെടെ ഭയങ്കര നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ആ സോങ് വന്നപ്പോൾ നമ്മുടെ ഷൈജുവിൻ്റെ കയ്യൊക്കെ ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സോങ് നമുക്ക് കേട്ടാൽ തന്നെ ഭയങ്കര സങ്കടം വരും. ആ സമയത്താണ് ഈ കൈ ഷിവർ ചെയ്തപ്പോഴും മുഖമൊക്കെ വല്ലാണ്ട് ഒരു സിനിമ ആക്ടിങ് ആയിരുന്നു അന്നേരത്ത്. 2 പേരും കറക്റ്റായിട്ട് പറഞ്ഞു. അവിടെ ഒരു തമാശ കൂടി നിങ്ങൾ കൊടുത്തുന്നുള്ളതാണ് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടാ നീ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചോടി. വേണ്ട ചേട്ടാ, ചേട്ടനില്ലാത്ത ഇൻസ്റ്റാഗ്രാമ് ഞാൻ ലൈക്കില്ലാത്ത പോസ്റ്റ് പോലെയാണെന്നുള്ള അത് ഉഗ്രം സാധനം വരുന്നുണ്ട്. അത് ആ സമയത്ത് അത് അടിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് നമ്മൾ കരഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തായാലും കൂടുതൽ പറയാൻ നസീർക്കൊക്കെ ഉണ്ട്. ഫീൽ ഗുഡ് ആയിരുന്നു കേട്ടോ. 3 പേരും കിഡിലൻ, അടിപൊളി കേട്ടോ. കലക്കി. നിങ്ങളുടെ ഇത് നമ്മുടെ ഈ വേദിയിലെ ഇത് ഐറ്റം വേറെയിൽ എത്രാമത്തെ സ്റ്റേജാണ്? വെറും 2ാമത്തെ സ്റ്റേജ്. ഈ 2ാമത്തെ സ്റ്റേജിൽ ഈ സ്റ്റേജിൻ്റെ പൾസ് എന്താണ്, നമ്മുടെ ഓഡിയൻസിന് എന്താ വേണ്ടത് എന്ന് തിരിച്ചറിവുണ്ടായ ഒരു, ഇവിടെ വന്നതിൽ ഏറ്റവും മികച്ച ഒരു ടീമാണ് നിങ്ങൾ. കാര്യം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കാണത്. നിങ്ങൾ 2 പ്രാവശ്യം കൊണ്ടുവന്ന 2 സാധനങ്ങളും വെറൈറ്റി ഉള്ളതാണ്. നമുക്കിവിടെ വേണ്ടതും വെറൈറ്റിയുള്ള സ്കിറ്റുകളെ, വെറൈറ്റിയുള്ള കൗണ്ടറുകളെ, അതാണ് നമുക്ക് ആവശ്യം. അതാണ് നമ്മുടെ ഈ ഷോ ഇത്രയും ഹൈപ്പാകാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതിന് വേണ്ട സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അതേപോലെ 3 ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. കാര്യം നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കിതിലൂടെ വലിയ വലിയ വേദികളിലേക്ക് എത്തണം, വലിയ വലിയ പൊസിഷനിൽ എത്തണമെന്ന് ചിന്തിക്കുന്ന 3 ആർട്ടിസ്റ്റുകളുടെ ഗണത്തിൽപ്പെട്ട 3 ആർട്ടിസ്റ്റുകളായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ നമ്മുടെ പുന്നപ്പറ, നിങ്ങൾക്ക് ഏത് വേഷവും ചെയ്യാൻ പറ്റും കേട്ടോ. ഏത് ക്യാരക്ടറും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിലൊരു ക്യാരക്ടർ ഏൽപ്പിച്ചാൽ അത് ഭദ്രമായിരിക്കും. ഏത് ടീമിലെടുത്തിട്ടാലും നിങ്ങൾ അവിടെ 4 കാലയിൽ നിന്ന് കളിക്കും. അത്ര കാലിബറുള്ള ഒരു ആർട്ടിസ്റ്റായിട്ടാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. മറ്റൊരു മോശക്കാരാന്നല്ല പറഞ്ഞത് കേട്ടോ. നമ്മുടെ വക്കീലായിട്ട് ചെയ്തതും നമ്മുടെ മാളും ഒക്കെ ഗംഭീര ആർട്ടിസ്റ്റുകൾ. മാളുവിൻ്റെ കഴിഞ്ഞൊരു എപ്പിസോഡ് ആ പ്രായമുള്ള അമ്മയൊക്കെ നല്ല രസമായിരുന്നു. അതിന്ന് നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇച്ചിരി ഇതറുള്ള തൻ്റെ ഉള്ളൊരു സ്ത്രീ, എന്നാൽ അതിൽ ഉപരി സ്നേഹമുള്ളൊരു സ്ത്രീ ആയിട്ടാണ് ഇതിലെ ക്യാരക്ടർ. അപ്പോൾ ചേഞ്ചസ് എപ്പോഴും നമുക്ക് സ്കിറ്റ് കളിക്കുക എന്ന് പറയുന്നത് ഒരു മിമിക്രി പാറ്റേണിൽ നിന്ന് മാറിയിട്ട് അതിലൊരു ലൈഫ് കൊടുത്ത് ആ ലൈഫ് കാണിച്ച് അതിലൂടെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നല്ല ആർട്ടിസ്റ്റിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു കഴിവായിട്ടാണ് കാണുന്നത് ഞാൻ. അങ്ങനെ ചെയ്താലേ ഉള്ളൂ ആ സ്കിറ്റ് നമുക്കിരുന്ന് കാണാനൊരു ആസ്വാദനമുള്ളൂ. അല്ലാതെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശകൾ ഉണ്ടാക്കിയാൽ അതിൽ ചിരിക്കുകയില്ല, ആ ചിരി നിൽക്കുകയില്ല. പക്ഷേ ഈ സൈസ് ചിരികളാണ് ഒരു കഥയ്ക്കകത്ത് ആവശ്യമായ ചിരികൾ നിറച്ച് ആ ചിരി കാണിക്കുമ്പോഴാണ് അതിന് ചിരി ഉണ്ടാകുന്നത്. എന്തായാലും 3 പേരും ഗംഭീരമായിട്ടുണ്ട്. ഇതിലും നല്ല സ്കിറ്റുകളൊക്കെ ആയിട്ട് വേണം ഇനിയും. നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഞങ്ങൾക്ക്. അപ്പോൾ ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്രയിൽ അതേപോലെ ഗംഭീരമായിട്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
അപ്പൊ എന്തായാലും എനിക്ക് അവരുടെ ഒരു കമന്റ്സ് കേട്ടിട്ട് ഇനിയും എത്രയാണ് അവർ നിങ്ങൾക്ക് തരാൻ പോണ പ്രൈസ് മണി എന്ന് അറിയാനായിട്ട് ഒരു ആകാംക്ഷ ഒട്ടും കുറയ്ക്കുന്നില്ല. നേരെ നമുക്ക് തുടങ്ങാം. ഫ്രം ബിജുക്കുട്ടൻ ചേട്ടൻ. ഞാനൊരു 20,000 രൂപ കൊടുക്കും. 20,000 ഇക്ക. ഞാൻ 2,000 കൂടെ കൂട്ടി 22,000 രൂപ കൊടുക്കുകയാണ്. 42,000 രൂപയായിട്ടുണ്ട് ഇപ്പൊ മൊത്തം. ഇനി പ്രജോദേട്ടാ. അതെ, വക്കീലിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കണം. വീട് പണി നടക്കുക. വീട് പണി നടക്കുക. അതാ വിളിച്ചു, എല്ലാം കൂടെ ചേർത്ത് കണ്ടേക്കാം. രണ്ടാമത്തെ സ്കിറ്റിലേക്ക് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻ. മാളു, എന്ത് തോന്നുന്നു ഇപ്പൊ ഈ ഒരു നിമിഷത്തില്? സിൽവർ പഞ്ചടിച്ച് നിൽക്കുകയാണ്, കണ്ണൊക്കെ നിറഞ്ഞു. അല്ല, എന്റെ 2 ഏട്ടന്മാരുടെ കൂടെയാണ് ഞാൻ നിക്കുന്നത്. അതിനപ്പുറം അല്ല, ഈ ഒരു സിറ്റുവേഷൻസ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പാടും എന്നും അതിന്റെ ഫലം ഈ ഒരു ഫ്ലോറിൽ കിട്ടിയിട്ടേ ഉള്ളൂ. ഹാപ്പി, സന്തോഷം. മാളു എന്താ ചെയ്യണത്? ഞാന് ആങ്കറിങ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ ചേട്ടൻ, 2 മക്കള്, അമ്മ, ഹസ്ബൻഡാ? ചേട്ടൻ പെയിന്റ് പണിക്കാരനാണ്. പെയിന്റ് പണിക്കാരാണ്. മാളു ഇപ്പൊ എന്തെങ്കിലും പോകുന്നുണ്ടോ? മക്കളെത്ര പഠിക്കണത്? ഒരാള് +1, മൂത്തോള് +1-ലാണ്, രണ്ടാമത്തോള് 7ാം ക്ലാസ്സിലാണ്. മാളുവിന് എന്തെങ്കിലും ജോലി ഇപ്പൊ ഉണ്ടോ നിലവില്? ഇല്ല, എനിക്ക് ഇങ്ങനെ വരുമാനം കിട്ടിയതാണ് എന്റെ ജോലി. പിന്നെ ഞാൻ സൊമാറ്റോക്ക് ഈ ഫുഡ് ഡെലിവറി, സൊമാറ്റോ അങ്ങനെയുള്ള പരിപാടി ഉണ്ടോ? ഞാൻ എവിടെയോ കണ്ട പോലെ ഉണ്ട്. അല്ല, അതിന് മറിഞ്ഞിരിക്കുന്ന ഒരു കുറവല്ലോ, നമ്മള് വർക്ക് ചെയ്യുന്ന അല്ലേ? സെന്റിമെന്റ്സ് ആണ്. എന്തിനാ അതിനെന്താ ഒരു ഉഗ്ര ഗൈഡ് കൊടുക്കണം. ഉഗ്ര ഗൈഡാണ്. ജീവിക്കാൻ വേണ്ടി എന്ത് ജോലിയും ചെയ്യാം, ജീവിക്കാൻ വേണ്ടിട്ട്. അതെ അതെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കിണറുക്ക് വരാൻ പോയി, ഞങ്ങളുടെ വീടിന്റെ അടുത്ത്. നല്ല പൈസ കിട്ടി. ഞാനും പോയിട്ടുണ്ട്. അല്ലേ? ഞാനും പോയിട്ടുണ്ട്. നമ്മളെ കൂട്ടുകാരന്റെ വീടൊക്കെ തന്നെയാണ്. ഞാൻ പൈസ ചേട്ടനെ ഞാൻ സൊമാറ്റോക്ക് ഓടിയപ്പോ ഷൈചേട്ടൻ പറഞ്ഞു, മാളു നീ എന്തി കാണിക്കണേ, നീ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി, നീ അത് തുടങ്ങി ഇത് തുടങ്ങുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഷൈചേട്ടാ എന്ത് കാര്യം ബിസിനസ് തുടങ്ങാൻ പറയാൻ കാര്യം എന്താ പറയുക, ഞാൻ ഈ സ്റ്റോണിന്റെ ഒക്കെ വർക്ക് എടുത്ത് ബാംഗ്ലൂർ സ്റ്റോൺ, താണ്ടർ സ്റ്റോൺ ഒക്കെ മുറ്റത്ത് വിരിക്കുന്ന പക്കുച്ചണ്ടൊക്കെ വിട്ട് ഞാനാ വിരിച്ചേക്കണം കല്ല്. അപ്പം കല്ല് വിരിക്കുന്ന ഒരു പരിപാടി കൂടെ ഉണ്ട്, എനിക്ക് ബിസിനസ് ഉണ്ട്. അപ്പൊ ഇവളിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ പോണ, നീ വേറെ എന്തെങ്കിലും ജോലി നോക്കില്ല, എന്റെ വർക്ക് നീ എടുത്ത് ചെയ്യും, അങ്ങനെ ചെയ്യും. ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ അങ്ങനെ. അപ്പൊ ഞാൻ ചേട്ടനോട്, ചേട്ടാ നമ്മൾ അങ്ങനെ ഒരു കുറവ് വിചാരിക്കും, നമ്മൾ മുന്നോട്ട് ഇറങ്ങണം. പക്ഷെ നീ ഇതൊന്നും ശരിയാവില്ല. പിറ്റേ ദിവസം അടി ആ സൊമാറ്റോക്ക് എങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം വേണ്ടത്. സൈഡായിട്ട് എനിക്ക് കൂടി പോകാലോന്ന് ഡയറക്ടർ അർജുൻ ചോദിച്ചു എന്ന് പറഞ്ഞു, ഇങ്ങനെ തിരിച്ചറിയോന്ന്. അപ്പൊ തിരിച്ചറിയോ എന്ന് ചോദിച്ചാൽ മാസ്ക് വെച്ചിട്ടാണ് പോകുന്നൊക്കെ പറഞ്ഞു. മാസ്ക് വെച്ചിട്ട് ആണോ? അതിനെ മാസ്ക് വെച്ച് പോണേ? മാസ്ക് അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കും, അപ്പൊ ഈ പോണേനൊന്നും പൈസ കിട്ടണില്ലേ? അത് ചോദിച്ചോട്ടെ. വെച്ചാല് നമ്മള് കുറച്ച് കാലമായിട്ട് ഷൂട്ടും ഒന്നും പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പക്ഷെ എല്ലാവരും നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്താൽ എല്ലാവരും അത് കുറെ ലക്ഷങ്ങളാണ് നമ്മൾ വാരിക്കൊണ്ട് വീണെന്നാണ് അവരൊക്കെ വിചാരേ. അപ്പൊ ഈ പോണോടത്തൊന്നും പൈസ കിട്ടണില്ലേ എന്തെങ്ങനെ അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കോട്ടൊക്കെ ഇട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് അതിന് നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യം. കഴിഞ്ഞ ചോദ്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ടാ, പറഞ്ഞല്ല. നമ്മളൊക്കെ നേരത്തെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കൂല, അങ്ങനെ ഒരു വരുമാനം നമ്മുടെ വീട്ടിലൊന്നും ഇല്ലല്ലോ മിമിക്രിക്ക് പോകുമ്പോ. അപ്പം നമ്മൾ ഈ മറ്റേ സിമന്റ് ഒക്കെ കൂട്ടാനൊക്കെ ഞാൻ സിമന്റ് കൂട്ടാൻ പോകും. അപ്പോൾ അവിടെ നിന്ന് എന്തോ 150 രൂപയൊക്കെ കിട്ടും. അതിനാണ് ഞങ്ങൾ ജുബ്ബ, മറ്റേ ഷൂ, അതുപോലെ പാൻറ്റൊക്കെ വാങ്ങിച്ചത്. വീട്ടിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചു തരാൻ സൗകര്യമൊന്നുമില്ല. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പോണേന്ന് ആലോചിക്കണം. 2 മാസമൊക്കെ സ്കൂള് അവധി കിട്ടുമല്ലോ. ആ സമയത്ത് ഇഷ്ടംമാരെ പണിക്കും, അറിയാനൊന്നും പാടില്ല, ഹെൽപ്പറായിട്ട് അങ്ങ് പോയാൽ മതി. അത് നമുക്കൊരു അതെന്താണെന്നറിയോ, നമ്മളെ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ, പിന്നെ ബാക്കിലുള്ള എല്ലാവരും നല്ല രീതിയിലാണ് ഇതാവണേ. അപ്പോ എനിക്ക് എവിടെ ഗ്യാപ്പ് കിട്ടണോ അവിടെ എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കിയതാക്കണതാ. ഞാനിപ്പോ ഒരു 7 സെന്റ് സ്ഥലം വാങ്ങി, അതിലൊരു 1200 സ്ക്വയർ ഫീറ്റ് തറ പണിതു, ബെൽറ്റ് വാർത്തു. പക്ഷെ എനിക്ക് മേലേക്കൊന്നും പണിയാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ എവിടെയാണ് എനിക്കൊരു ഗ്യാപ്പിൽ എന്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന മാന്യമായിട്ട് അതൊക്കെ ചെയ്യാന്നുള്ളതില്ല. പക്ഷെ നമ്മൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും നമ്മളെ വീക്ഷിക്കുന്ന ആൾക്കാർ. അപ്പം അതേ വീട്ടുകാരെ എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചുകൊണ്ട് ഈ ഭർത്താവിനും ആർക്കും മോശം വരാത്ത രീതിയിൽ എന്നാ ജോലിയും ചെയ്ത് പൈസ ഉണ്ടാക്കണം. അതില് ഒരു അഭിമാനക്കുറവ് കാണണ്ട. കാര്യം ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഞാനൊക്കെ എൻ്റെ 12ാമത്തെ വയസ്സിൽ തുടങ്ങിയ കഷ്ടപ്പാടാണ്. അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് എക്സ്റേ ഫിലിമില്ലേ, അത് വെക്കാത്തൊരു വീട്ടിൽ കിടന്നുറങ്ങണമെന്നാണ് ആഗ്രഹിച്ചത്. കാര്യം എല്ലാ വീടും പനയോലയാണ് അന്ന്, ചോരും. ഫിലിം നോക്കണം എന്തിനാന്ന് മനസ്സിലായ? ഈ വെള്ളം താഴോട്ട് വരാൻ റെയിൽവേ പുറമ്പോക്കിലായിരുന്നു വീട്. റെയിൽവേ പുറമ്പോക്കിൽ ഈ ചെറിയ ആനവായം പെര എന്ന് പറയും. ഇങ്ങനത്തെ ഒരു ഇപ്പോഴത്തെ ടൈപ്പ് പെര. ആ ആനവായം പെരയിൽ പനയുടെ ഓല ഉണ്ടായിരുന്നു, പനയോലയ്ക്ക്. അപ്പം മൊത്തം ചോരും. അത്
അപ്പോൾ അവിടെ എക്സ്റേ ഫിലിമാണ് അത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ അവിടെ പോയി പിറക്കിക്കൊണ്ട് വരും. അത് വെക്കും. അത് അതിൻ്റെ കീഴിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഫാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ട്രെയിനിൻ്റെ കാറ്റായിരുന്നു. അപ്പം എന്ത് ജോലി ചെയ്താലും കുടുംബം നോക്കാൻ വേണ്ടി എന്ത് ജോലി അങ്ങനെയല്ല ഇപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇപ്പൊ ഇവിടെ ഈ സീറ്റ് വരെ വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ അഭിമാനം കാണുന്ന ആളാണ്. അല്ല ശരിയാണ്. എൻ്റെ ചെറുപ്പത്തില് എനിക്കൊരു 2 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ഗൾഫിൽ പോയതാ. 8-9 വർഷം അച്ഛൻ ഗൾഫിലായിരുന്നു. എനിക്ക് ഒരു 10 വയസ്സാക്കിയുമ്പോഴാണ് അച്ഛൻ നാട്ടിലേക്ക് വന്നത്. ഈ 9 വർഷം അച്ഛൻ നാട്ടിലേക്ക് വന്നിട്ടില്ല. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് 1 വർഷമാകുമ്പോഴേക്കും അച്ഛൻ അറ്റാക്കൊന്ന് മരിക്കുകയും ചെയ്തു. സോ അച്ഛൻ എന്നുള്ളത് എനിക്ക് എല്ലാവരും അച്ഛന്മാരെ മക്കളെ സ്നേഹിക്കുമ്പോൾ എനിക്ക് കൊതി വരാറുണ്ട്. എപ്പോഴും ഇപ്പൊ ഷൈച്ചാനും മോളെ സ്നേഹിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് കൊതി വരുന്നുണ്ട് ഇട്ടാവെന്ന് പറയും. കാരണം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോകണം ആ ചേട്ടൻ്റെ വീട്ടിലൊരു അച്ഛനായിരുന്നു. പക്ഷെ അവിടെ അച്ഛനില്ല. അപ്പോൾ ചെറുപ്പം മുതലേ അച്ഛനില്ലാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുള്ളൂ, അത് കഴിഞ്ഞ് തോറ്റാലും ജയിച്ചാലും ഞാൻ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ 10ാം ക്ലാസ്സിലാകുമ്പോൾ അമ്മ ഒരു ബേക്കറി കൊണ്ടാക്കി. എൻ്റെ താരം അനിയൻ ഒരു ബേക്കറി കൊണ്ടാക്കിയപ്പോൾ ഞാൻ ചെറുതാ. കാരണം ഈ മോൻ ഇത്ര വലുതാന്ന് പറഞ്ഞിട്ടില്ല, നേരത്തെ കല്യാണം കഴിച്ചു അമ്മ. കാരണം അച്ഛൻ നാട്ടിൽ വന്ന ആ ഒരു കൊല്ലത്തിനുള്ളിൽ അമ്മനെ ഫുള്ള് കള്ളു കുടിച്ച് വന്ന് ഇടിയാടിയൊക്കെ ആയിട്ട് അമ്മേനെ ഡിസ്ക് തെറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഇതായിട്ട് എടുക്കുക. അപ്പോൾ ബേക്കറിയിൽ നിന്നിട്ട് ആണ് ഞാൻ +1ഉം +2ഉം പഠിച്ചത്. അത് അവിടുത്തെ ആ ബേക്കറി ഉടമ അച്ഛൻ്റെ ഒരു കഴിവാണ്. അത് മരിച്ചുപോയി. അത് എന്നിട്ടാണ് ഞാൻ മാരേജ് അപ്പിക്കും കഴിഞ്ഞതിന് ശേഷം ഈ 2 മക്കളുടെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഞാൻ എന്തെങ്കിലും പണി ഒപ്പിക്കുന്ന പറഞ്ഞോ അല്ലെ. മാരേജും കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പഠിപ്പൊക്കെ അവിടെ നടന്നു. ഡിഗ്രി എടുത്തു, MBA എടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ഡ്രസ്സ് കച്ചവടം, വീട്ടിൽ സോപ്പും പൊടി കച്ചവടം, പിന്നെ എന്തിനു ഉണ്ണിയപ്പ കച്ചവടം എന്ന് വേണ്ട എല്ലാം ചെയ്തു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ആർട്ടിസ്റ്റ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. 5ാം ക്ലാസ് മുതൽ ഉണ്ടാകുമ്പോൾ വീട്ടുകാരൊക്കെ പറയും ഇതിൽ പോയ നാശാവും എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പരിപാടി എന്തെന്ന് സ്റ്റേജിൽ ഡാൻസൊക്കെ ചെയ്യാം. അതാകുമ്പോൾ മെല്ലെ മെല്ലെ ഡാൻസ്, ആങ്കറിങ്, FM-ൽ RJ അങ്ങനെയാണ് ചാനലിലേക്കൊക്കെ വന്ന് ഇത്രയും വലിയ ഫ്ലോറിൽ അർജുൻ സാറിൻ്റെ ഒക്കെ മുഖേന ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നസീർക്ക പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതിപ്പോ നസീർക്കിനും കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അല്ല മാളു, സത്യം പറയാം, നിങ്ങളുടെ ടീമിന് സിൽവർ പഞ്ച് കിട്ടിയെങ്കിലും മാളു ഒരു ഗോൾഡൻ പഞ്ചാണ്. എടുത്തു പറയാം. കാര്യം മാളുവിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് പലർക്കും ഇത് ഒരു ടച്ചിങ് സ്റ്റോറിയായി മാറും. ആർക്കും അറിയില്ല. അല്ല മീനാക്ഷി ഇന്നലെ കരയുന്ന മീനാക്ഷി. എനിക്കിത് കേട്ടിട്ട് ഭയങ്കര സങ്കടം. മാളു ചേച്ചി, സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അത് വിട്ടു കൊടുക്കാത്തവരുടെ കൂടെ എന്നും ദൈവം ഉണ്ടായിട്ട്. ആഗ്രഹിക്കുന്ന ഒരു നിലയിൽ എന്തായാലും മാളു ചേച്ചി എത്തും. വീടിന്റെ ബെൽറ്റ് വരെ വാർത്തുന്നല്ലേ പറഞ്ഞത്. മനസ്സിൽ ആഗ്രഹിച്ച ഒരു വീട് അത് ദൈവം എന്തായാലും തരും. അല്ല ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ബാക്കിൽ കിടക്കുന്ന സംഖ്യ ഉണ്ടോ അടുത്ത നില മുകളിലേക്ക് ഉയരും. അല്ല മാളു ഒരു കാര്യം ബിജുക്കുട്ട, നമ്മൾ ഒരു കാര്യം പറയാണ് നസീർക്ക. ഇനി മാളുവിന്റെ ഹൗസ് വാമിങ്ങിന് മാളു വിളിച്ചില്ല, ഞങ്ങൾ 3 പേരും അവിടെ ഉണ്ടാവും. ഞാനും വരും. മീനാക്ഷി ഉണ്ടാവും. 4 പേരായി. എന്തായാലും ഇന്നത്തെ ഹീറോയിൻ മാളു ചേച്ചി തന്നെയാണ്. ഒരു വലിയ കയ്യടി കൊടുക്കാം ചേച്ചിയുടെ ഉള്ളിലെ ആ ഒരു ശക്തയായ വനിതയ്ക്ക്. സത്യം പറഞ്ഞാൽ ഭയങ്കര മനസ്സ് നിറയുന്ന ഒരു സ്കിറ്റ് ആയിരുന്നു. ഇപ്പം നസീറിക്ക പറഞ്ഞ നസീറിക്കയുടെ ലൈഫ് സ്റ്റോറി, അവര് പറഞ്ഞ കമന്റ്സ് ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ല കേട്ടോ, എല്ലാം പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത പ്രാവശ്യം വേറെ ഒരെണ്ണം കൂടെ എന്തായാലും കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു വെക്കുക. നമ്മളെല്ലാവരും ജീവിതത്തിൽ കഷ്ടപ്പെടുമ്പോഴേ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തും എന്ന നമുക്കുള്ളിൽ ഒരു ശുഭപ്രതീക്ഷ വെക്കാൻ പറ്റുന്നതിന് എക്സാമ്പിളാണ് ഇക്കയൊക്കെ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും ഒരു വലിയ കൈയടി. ഇനിയും ഒരുപാട് പഞ്ചസ് നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ അടുത്തതായി സ്കിറ്റ് അവതരിപ്പിക്കാൻ എത്തുന്നത് നമ്മുടെ സ്വന്തം പത്തനംതിട്ട ടീമാണ്. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം സുധീഷ് പുനലൂർ, ഹരി ആൻഡ് സുജിത്. ചുറ്റപ്പെട്ടു. ഈ സന്തോഷം അവളെ ഒന്ന് വിളിച്ചറിയിക്കണം. ഹലോ രമ്യ, എടി ഇഷ്ടം പോലെ പേഷ്യൻ്റ് ഉണ്ട്, ഭയങ്കര ഇവിടെ വന്ന് കിടന്നുണ്ട്. രക്ഷപ്പെട്ടെന്ന്. നമ്മുടെ ലോൺ എത്ര അടയ്ക്കാനുള്ളത്? 2000 രൂപയോ? 2000 രൂപയ്ക്കുള്ള വകുപ്പ് കാണുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു പൂച്ചയ്ക്ക് 40 രൂപയ്ക്കുള്ള എങ്ങനെ മേടിക്കുന്നേ? 10 പൂച്ച അതിനെ പറ്റി 400 രൂപയല്ലേ ആകത്തുള്ളൂ. പിന്നെ പശു കോഴി അതൊക്കെ എന്തിൻ്റെയൊക്കെ വല്ല കേൾക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കൊയ്ത്തായിരുന്നു. ഓക്കെ ഇന്നത്തെ കാര്യം ഏതായാലും രക്ഷപ്പെട്ടു. കുറേ ജീവികളുണ്ട്.
ഹലോ ഹലോ ഡോക്ടറെ ഡോക്ടറെ ഇങ്ങോട്ട് വന്നാണ്. എന്ത് പറ്റി? പട്ടി ഉണ്ടല്ലോ ചിരട്ട കടിച്ചോണ്ട് അങ്ങ് പോയി. അവനെന്താ വേറെ ചേട്ടൻ കൊണ്ട് വെക്കണം? എന്തോ പ്രശ്നം? എന്റെ മുട്ടിന്റെ ചിരട്ടയും കടിച്ചോണ്ട് ഒരു പട്ടി അങ്ങ് പോയെന്ന്. അച്ഛേ ഞാൻ ചോദിക്കുന്നത് അതിനിപ്പോ നീ ഇങ്ങോട്ട് വന്ന് കയറി എന്റെ ഉദ്ദേശം അതെന്താന്നറിയാമോ? ഈ പട്ടി എന്നെ വെറുതെ കടിക്കൂല. നീ അപ്പൊ എന്തോ എന്നെ കാണിച്ചിട്ടുണ്ടോ? അതായത് 12 years ബാക്ക് സൈഡ് നോ സ്ട്രേറ്റിംഗ് ഐ വിൽ ട്രൈ അഗൈൻ. ഓക്കെ അണ്ടർസ്റ്റാൻഡ്. അതായത് 12 കാലവും കുഴലിട്ടാ നൂരത്തില്ലെന്ന് പറഞ്ഞ വാലെ നീ അത് കയറ്റിയിട്ട് ശ്രമിച്ചു. അപ്പൊ പട്ടി നിന്നെ കടിച്ചു. അതിപ്പോ ഈ സമീറ്റ് പറഞ്ഞാൽ ഈ സമയത്ത് എന്ന് വെച്ചാ ഈ സമീറ്റ് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ഈ സമയത്ത് എന്നാണോ ഉദ്ദേശിച്ചത്? അത് തന്നെ. അതെന്താണെന്നറിയാമോ? സാധാരണ ഈ അസുഖം കൊണ്ട് വന്ന് നമ്മളൊരു വൈദ്യനുണ്ട്. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷറക്കുന്ന ഒരു വൈദ്യനാണ്. അതുകൊണ്ട് പുള്ളി അവിടെ ഇല്ല. വേണ്ട ഞാൻ കേട്ടെ. ഏത് പട്ടിയാ കടിച്ചത്? കടിച്ച പട്ടിയെടുത്ത് പേര് ചോദിച്ചില്ല. പേരല്ലെന്ന് ഞാൻ ചോദിച്ചത് വളർത്തു പട്ടിയാണോ അതോ തിരുനാവായല്ലോ തെരുവുനായാണോ ഏതാണെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് അറിഞ്ഞൂടാ ഏതോ ഒരു പട്ടിയാണ് കടിച്ചോ? കടിച്ച്. നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാര്യം ചെയ്യ്. എവിടെ കടിച്ചത്? ഇവിടെ മുട്ടില്. മുട്ടില്ല. നോക്കാമേ. മുട്ടി നോക്ക്. മുട്ടിനാക്കല ഞാൻ ആരാ നീ 10 വന്ന് കിടക്കണം. മുട്ടി നോക്കല. നീ അല്ലേ മൂക്കി തൊറ. നീ മൂക്കിത്തൊട്. മുട്ടി നോക്കല. നീ എന്താ മുട്ടാത്തെ? അതല്ല പട്ടി മുട്ടിലാണല്ലോ കടിച്ചത്. മുട്ടിലോ? അപ്പൊ മുട്ടിലൊന്ന് നോക്കേ. മുട്ടിലോ? ഇത് എവിടാന്ന് കടിച്ചത്? അയ്യോ ഇതിപ്പോ നല്ലൊരു മുറി വന്നിട്ട് പോനെ. ഒരു കാര്യം ചെയ്യ്. ഞാൻ മറ്റു മരുന്നിനെ കുറിച്ചും കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്. നീ അവിടെ ഇരിക്കേ. എനിക്ക് കടിച്ച പട്ടി ഒന്ന് വിളിച്ചു വരുത്തണേ. അതൊന്നും നടക്കുന്ന കേസല്ല മോനെ. ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി കൊച്ചു മരുന്നുകളെ ഉള്ളൂ നമ്മുടെ കസ്റ്റഡിയില്. അപ്പൊ ആദ്യം പറ്റിച്ചിട്ട് എടുക്കണേ. അങ്ങനെ ഒരുത്തരെയും പറ്റിച്ചിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. എന്റെ വീട്ടുകാർ എന്നെ അങ്ങനെ അല്ല പറ്റിച്ചിട്ടല്ല. പിന്നെ പട്ടിച്ചീട്ട് അതെടുക്കണം. പട്ടിയല്ലേ കടിച്ചത്? അപ്പൊ ആദ്യം പേരെന്ന് പറയൂ. കൈസർ. പട്ടിയുടെ അല്ലെന്ന്. പിന്നെ നിന്റെ പേര് പറ. എന്റെ പേരാണോ ചോദിച്ചത്? വേണൂടി. വയസ്സ് 35. 35 വയസ്സുണ്ട് ആ പട്ടിക്ക്. പട്ടിയുടെ വയസ്സ് പറ. പട്ടിയുടെ ഒരു 4.5 ആയി കാണും. അയ്യോ ചായ കുടിച്ചില്ലല്ലോ. എവിടെ പോവാ? 4.5 ആയല്ലോ. അതല്ലെന്ന് ഈ പട്ടിക്ക് ഒരു 4.5 വയസ്സ് കാണും. ആ പട്ടിക്കോ 4.5 വയസ്സ്. ഞാൻ ചോദിക്കട്ടെ പൊക്കളുണ്ടോ? ഞാൻ അറിഞ്ഞില്ല കാരണം ഇത് കടിച്ചിട്ട് ഓടുവായിരുന്നു. ഞാൻ നോക്കിയിരുന്നെങ്കിൽ പട്ടിക്ക് പൊക്കളുണ്ടോ? നിനക്ക് പൊക്കളുണ്ടോന്ന് അതും ചോദിക്കട്ടെ. എനിക്ക് പൊക്കളുണ്ടെന്ന് എന്തിനാ ചോദിക്കുന്നത്? ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? കാരണം ഈ കുത്തിവെപ്പിന് ചുറ്റും പൊക്കളുണ്ട്. പൊക്കളിന് ചുറ്റും കുത്തിവെപ്പുണ്ട്. ആണോ? അപ്പൊ അതെടുക്കണ്ടേ? അതിന് പൊക്കളുണ്ടോന്നാ ചോദിച്ചത്. യോ എനിക്ക് പൊക്കളില്ല. ഇന്നലെ കൂടെ ഉണ്ടായിരുന്നു. അയ്യോ എനിക്ക് അറിഞ്ഞോ എനിക്ക് പൊക്കളില്ല. എന്താണ് മൊണ്ണെ? എന്തുവാ ഇത്? ഞാൻ വീഴ്ച കാണാതെ പോയെന്ന്. എനിക്കറിയാലോ പൊക്കളില്ലാതെ വരത്തില്ല. പൊക്കളില്ലാതെ വരത്തില്ല. എവിടെ പോണോ? നീ ഒരു കാര്യം ചെയ്യ്. നീ ഒരു ജനറൽ ഹോസ്പിറ്റലിൽ പോണം. പോയിട്ട് അവിടുന്ന് ഒരു ഗുളിക തരും. അത് കഴിക്കണം. അത് തന്നെ കുത്തിവെപ്പ് എടുക്കണേ നീ പോണം. ഞാൻ പോണല്ലേ? പോകാൻ പറ്റത്തില്ല. അയ്യോ വീട്ടിലാരുണ്ട്? അനിയനുണ്ട്. അപ്പൊ പൊക്കൾ അവന്റെ കൊടുത്തു വിട്. അതൊന്നും പറ്റത്തില്ല. അത് പറ്റത്തില്ല നിനക്കറിയാവേ. അപ്പൊ നീ പോണം. അപ്പൊ ഒരു കാര്യം ചെയ്യ്. ഇവിടെ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ചെറിയ ഒരു 2 ഗുളിക ഞാൻ തരാം. അത് കുറച്ചൊക്കെ കഴിക്കണം. ഇത് കുറച്ച് ഞാൻ കഴിച്ചോളാം. കുറച്ചല്ല പട്ടിയല്ലേ കഴിച്ചത്. അപ്പൊ നീ കുറച്ച് കഴിക്കണം. കുറച്ച് കഴിക്കണോ? കുറച്ച് കഴിക്കണം. പിന്നെ രാത്രി 12 മണി കഴിഞ്ഞ് ഓരിയിട്ടതിന് ശേഷം അതായത് മോങ്ങിയതിന് ശേഷം ഒരു ഗുളികയുണ്ട്. അതെങ്ങനെയാണ് മോങ്ങാൻ അറിയത്തില്ലേ? അത്രയെങ്കിലും കിട്ടണം. അപ്പൊ അത്രയും നീളത്തിലൊന്ന് മോങ്ങിട്ട് ആ ഗുളിക കഴിക്കണം. ഗുളിക കഴിക്കാം. ഈ വെള്ളം എടുക്കുവാണേ. അതവിടെ ഈ വെള്ളത്തെ തൊട്ട് കളിക്കരുത്. എന്റെ ആവശ്യത്തിന് ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന വെള്ളം വീട്ടിൽ നിന്ന് എന്റെ ആവശ്യത്തിന് കൊണ്ടുവന്ന അത് എനിക്ക് കുടിക്കാനുള്ള. മനസ്സിലായല്ലോ? മനസ്സിലായി. ഗുളിക കഴിക്കാൻ. സാറാമേ നമുക്ക് 7ാം വാർഡിൽ കിടക്കുന്ന പശുവിന്റെ നെറ്റിക്ക് ഒരു തുണി നനച്ചിരുന്നേ. നല്ല ചൂടുണ്ട്. അതുപോലെ താറാവിന് MRI എടുക്കണം. അതുപോലെ അതിന് ട്രിപ്പ് കൊടുക്കണം. താറാവിന് ട്രിപ്പുണ്ട്. മൂന്നാറിനല്ല താറാവിന്. താറാവിന് ട്രിപ്പുണ്ട്. ഞാനേ നീ ഇവിടെ ഇരിക്കേ. അകത്തെ ഇന്നലെ ഒരു രമ്യ ഒരു കോഴിയെ കൊണ്ടുവന്നു. അത് മുട്ട ഇട്ടുകൊണ്ടിരുന്നപ്പോ പകുതിക്ക് വെച്ചത് സ്റ്റക്കായി. അപ്പൊ ഈ മുട്ട രമ്യ പറയുന്നത് ഒന്നിൽ മുട്ട അകത്തിടുക അല്ലെ വെളിയിൽ തട്ടുക എന്ന് പറഞ്ഞു. ചെയ്യണം കേട്ടോ. ചെയ്യാം. അപ്പൊ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യട്ടെ. അത് തന്നെയല്ല മുട്ട പോയാലും ഇല്ലെങ്കിൽ 4 മണിക്ക് കോഴിയെ കൊടുക്കണമെന്നും പറഞ്ഞു. കൊടുക്കണം. അപ്പൊ ഞാൻ അതൊന്ന് ചെക്ക് ചെയ്യാം. നീ ഇവിടെ ഇരിക്കണം കേട്ടാ. എന്തിനു കിടന്നാലയ്ക്കുവാ? എന്തിനു പഠിക്കുവാ നീ ഇങ്ങോട്ട് വരാൻ? നിനക്ക് വരാൻ മടിയാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വർക്ക്ഷോപ്പിൽ കയറി ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി 2 വീലും ഫിറ്റ് ചെയ്താൽ നിന്നെ ഞാൻ കൊണ്ടുവന്നത് കേട്ടോ. ഇങ്ങോട്ട് മാറിയില്ല. എന്തുകൊണ്ട്? എന്തോ പറ്റിയ ഇങ്ങനെ ഇരിക്കുന്നത്? പണി ഇട്ടിട്ടിരിക്കുവാ.
ആ മോനെ, എൻ്റെ മോനെ MBA വരെ പഠിച്ചവനാ. അവന് ഇതുവരെ ഒരു പണി കിട്ടിയിട്ടില്ല. നിനക്ക് മൃഗാശുപത്രിയിലായാലും ഒരു പണി കിട്ടിയല്ലോ, ദൈവത്തോട് പ്രാർത്ഥിക്ക്. അതല്ലെന്ന് പട്ടി കടിച്ചിട്ട് എനിക്ക് ഇവിടെ ഒരു പണി കിട്ടിയിട്ട് ഇവിടെ ഇരിക്കുവാണെന്ന് ഉടനെ ഞാൻ പണി കിട്ടിയെന്ന്. ആ പിന്നെ ഡോക്ടർ ഇല്ലയോ? ഡോക്ടർ ഉണ്ടാകത്തുണ്ട്. അടുത്തുണ്ടോ? ആ ഡോക്ടർ വരുവാന്ന് ഈ ആടിന്റെ കാര്യം. ഡോക്ടർ എങ്ങനെ വരുന്നു ഡോക്ടർ? വരട്ടെ. ആ അപ്പച്ച നമസ്കാരം. ഡോക്ടറെ, ആ കോഴിയുടെ കാര്യം എന്തായി? കോഴിയുടെ കാര്യം അത് അകത്താക്കി, മുട്ട അകത്താക്കി. മുട്ട കോഴിയുടെ അകത്താക്കിയ? അല്ല ഇവിടെ അകത്താക്കി മുട്ട. പിന്നെ കോഴിയുടെ കാര്യം പിന്നെ അവിടെ ആരാ വന്നിരിക്കുന്നു? ആ എന്താണ് ഇരിക്കോ? ചായ കുടിച്ചിട്ട് 2-3 ദിവസമായി. അയ്യോ അത് പറയണ്ടായിരുന്നു. എന്നാ താഴത്തെ പോയി 2 ചായ കുടിച്ചിട്ടോ. അതല്ലെന്ന്, എന്റെ ഈ ആടിന് വയ്യാത്തതുകൊണ്ട് ഞാൻ ചായ കുടിച്ചിട്ട് 2-ാമത് ദിവസമായി എനിക്ക്. അതുകൊണ്ട് ആടിന് വയ്യായല്ലോ, അതുകൊണ്ട് ആടിന് ഭയങ്കര അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെയാ. അപ്പൊ ഇത് ആടിന്റെ പ്രശ്നം പറ. ആടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു കഥയാണ്. കുറച്ച് ഏത്തവാഴ ഞാൻ വെച്ചു. അത് വെട്ടി അങ്ങ് വിട്ടപ്പം ലാഭം കിട്ടിയപ്പം അത് ആടായിക്കോട്ടെ എന്നൊക്കെ കരുതി. അപ്പൊ അത് ആടി കിടക്കണം ഓർത്ത്. അതല്ല, അത് അങ്ങനെ ഒരു ആട്ടുകൃഷിയിലോട്ട് അങ്ങ് ആട്ടെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു. ആടിന് കൃഷി കുഴപ്പമില്ല. ആടിനെ നമുക്ക് നോക്കാം. ആടിനിപ്പം എന്താണ് അതിന്റെ പ്രശ്നം? ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇവനെ ഇങ്ങോട്ടൊന്ന് വെച്ചോട്ടെ. വെച്ചോ. എന്താ പ്രശ്നം എന്ന് പറഞ്ഞത്, 2018 എവിടെ പോയി? 2018 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നല്ലോ. ആ വെള്ളപ്പൊക്ക സമയത്ത് നമ്മുടെ രഘുവിന് കുറച്ച് ആടുണ്ടായിരുന്നു. ഈ ആടിന് എന്തോ പറ്റിയതാ ചോദിച്ചു. ഈ ആടിന് ദഹനക്കുറവ്. അത് പറഞ്ഞാൽ മതി. 2018 ഇത് പ്രസവിച്ചതാണോ? അയ്യോ, പ്രസവിച്ചിട്ടില്ല. ഇവര് ആട് 2 എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു രംഗമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു സീൻ്റെ അകത്തോട്ട് ചാടി പോകുന്ന ഒരു വലിച്ചുവിട്ടെ. വലിച്ചുവിടെ. അല്ല ഏത് എനിക്കല്ല അസുഖം, ആടിനാ. അല്ലെങ്കിൽ മനസ്സിലായി. അല്ല അതിന് വയ്യാത്തപ്പോ നിങ്ങളുടെ ഹൃദയമെടുപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ? ഒരു കാര്യം ചെയ്യും, ഇതിനെ നമുക്ക് അഡ്മിറ്റ് ആക്കാമേ. അഡ്മിറ്റ് ആക്കാം. ഇവൻ മുള്ളുന്നില്ല. മുള്ളാത്ത എന്തുവാ? മുള്ളാത്തെന്ന് പറഞ്ഞത് ഇതൊരു പഴവാ. അതല്ലെന്ന്, ഇവൻ മുള്ളുന്നില്ല, മൂത്രം പോകുന്നില്ല. മൂത്രം പോകും. അത് എന്തുവാന്ന് വെച്ചാൽ ഒരു മരുന്നൂടെ ചെയ്യണം. അത് ചെയ്യാം, അതൊന്നും കുഴപ്പം. അത് പ്രസവിച്ച് കഴിയുമ്പോ അത് മാറും. മാറും. അതെ കുറെ നേരമായി ഞാൻ മിണ്ടായിരിക്കുക. അയാളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്താ പ്രശ്നം? അത് അയാളുടെ കാര്യം മാത്രം ഞാനല്ലേ അയാൾക്ക് മുന്നേ വന്നത്. പട്ടിയുടെ മരുന്ന് ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? വേറൊരു കാര്യമുണ്ട്. പട്ടിയുടെ മാത്രമല്ല, എന്റെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കണം. അയാൾ കാര്യം പറഞ്ഞല്ലോ. എന്താ വീട്ടിലെന്താ? വീട്ടിൽ ഒരു പൂച്ചുണ്ട്. പൂച്ചണ്ടല്ല, വീട്ടിൽ ഒരു പൂച്ചയുണ്ട്. ഇവിടെ പൂച്ചയ്ക്ക് ഗ്രൂമിംഗ് ഉണ്ടോ? പൂച്ചയ്ക്ക് ഗ്രൂമിങ് ഇവിടെ മനുഷ്യ സ്കിറ്റ് കളിച്ചിട്ട് കയറുന്നില്ല. നേരെ പൂച്ചയ്ക്ക് ഗ്രൂമിങ് അതല്ല, പൂച്ചയുടെ ഈ താടി മുടിയൊക്കെ പഠിക്കുക, അതിന് ഗ്രൂമിംഗ് എന്നാ പറഞ്ഞേ. ഓ അങ്ങനെ അറിഞ്ഞൂടെ? എനിക്കറിയത്തില്ലായിരുന്നു മോനെ. പൂച്ചയെ തന്നെ വാ. പേർഷ്യൻ പൂച്ചയാ? പേർഷ്യൻ പൂച്ചയാണോ? അപ്പൊ ഇവിടെ ചികിത്സയില്ല. ഞാൻ ഒമാനിലെ ഒരു ഡോക്ടറെ നമ്പർ തരാം. ഒമാനിലെ ഡോക്ടർ നമ്പർ? പൂച്ച അങ്ങോട്ട് വിട്ടോ. അപ്പൊ എനിക്ക് പോണ്ടേ? നിങ്ങൾ പോണ്ട, പൂച്ച കയറ്റി വിട്ടാ മതി. ഡോക്ടർ അവിടെ എയർപോർട്ടിൽ വന്നെടുത്തോണ്ട് പോക്കോളൂ. ഒന്നും പറയാൻ പറ്റത്തില്ല ഇങ്ങനത്ത്. ഡോക്ടറെ, വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തോ അതിന് പ്രശ്നം? എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിലെ പട്ടിയും പൂച്ചയും കോഴിയും ആടും എല്ലാം കൂടെ ഓരിടത്താ കിടക്കുന്നത്. ഇപ്പൊ ആട് കിടന്നിടത്ത് കൂടെ പോലും ഇല്ല. അല്ലെന്നാ, ആട് കിടന്നിടത്ത് പട്ടി കയറി കിടക്കുക. അത് നമുക്ക് എന്ത് ചെയ്യണം? അതിന് അവർക്ക് സെപ്പറേറ്റ് റൂം ഉണ്ടാക്കി കൊടുക്കണം. അത് പറ്റുന്ന കാര്യമല്ല. അത് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഒന്നിച്ചുള്ള ഒരു താമസം ശരിയാകത്തില്ല. അത് ശരിയാകത്തില്ല. കുറെ നേരമായിട്ട് ഇരിക്കോ. നിനക്ക് സാധനവും കൂടി ഞാൻ ചിന്തിച്ച്. എന്തുവാ? വീട്ടിലൊരു 6 താറാവുണ്ട്. 6 താറാവ്? ഇത് ഫുൾ ടൈം അങ്ങ് വെള്ളത്തിലാ. ഫുൾ ടൈം വെള്ളത്തിലാ? എന്താ കുഴപ്പം? അത് മുട്ട ഇടുന്നില്ലയോ? ഇത് വെള്ളത്തിൽ അങ്ങ് വിടുവാ, എനിക്ക് കിട്ടണില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഈ 6 താറാവിനും കൂട്ടക്സ് അടിക്കുക. കൂട്ടക്സ് അടിച്ചു കഴിഞ്ഞാൽ ഇത് പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യൂ? എന്റെ പെണ്ണുമ്പിള്ള കാല് കഴിയിട്ട് എത്ര ദിവസമായി? കൂട്ടക്സ് പോകും. അങ്ങനെ ഒരു ഇത് കിടക്കും അവർക്ക്. അപ്പൊ ആ വഴിയൊന്നും ചിന്തിക്കും കേട്ടോ. ഡോക്ടറെ, ഈ താറാവിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ വീട്ടിൽ ഒരു 5-6 കോഴി ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്താ എന്റെ വീട്ടിൽ മുട്ട ഇടുന്നില്ല. അതെവിടെ ഇടുന്നേ? അപ്പുറത്തെ വീട്ടിലാ, രഘുവിന്റെ വീട്ടിലാ പോയി ഇടുന്നത്. എനിക്ക് ആ മുട്ടയല്ലേ എനിക്ക് കിട്ടണം. ആ വീട്ടിൽ മുട്ട ഇടാൻ ഞാൻ എന്ത് ചെയ്യണം? മൊത്തം എത്ര കോഴിയുണ്ട്? ഒരു 5-6 കോഴിയുണ്ട്. 5 കോഴിയുണ്ട്. 5 കോഴി. അപ്പൊ 5 സ്നാഗിക്ക് ഞാൻ കുറിക്കാം. 5 സ്നാഗി 5 എണ്ണം കെട്ടി വിടുക. അപ്പൊ മുട്ട എങ്ങനെ കളിച്ചാലും നിങ്ങളുടെ വീട്ടിൽ വരും. എന്തായാലും ഒരു കോഴിയെ നമ്മൾ തുറന്നു നോക്കുമ്പോ അന്നത്തെ ദിവസം അതിന്റെ അകത്ത് മുട്ട കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? കോഴി ആരുടെയാ? ഞങ്ങളുടെ കോഴി. തീറ്റി കൊടുക്കുന്ന ആരാ? എന്റെ ഭാര്യ. അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിക്കും. ഒരു മുട്ട പെൻഡിങ് ആണ്, അത് ഇന്ന് നാളെ തരാൻ പറയണം. അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ 2 മുട്ട കിട്ടും. അല്ല, ഒരു സംശയം കൂടെ ഉണ്ട്. പാമ്പിന് പാല് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കൈ കൊത്തുവോ? കൊത്തും. കൊത്തത്തില്ലെന്നാ. എന്താ? എന്റെ വീട്ടിൽ ഞാൻ ഇതുപോലെ പാമ്പിന് പാല് കൊടുത്തോണ്ടിരിക്കുക. അത് ഇതുവരെ എന്റെ കൈ കൊത്തിയിട്ടില്ല. അതേത് പാമ്പാ? എന്റെ മരുമോൻ. അവന് എന്റെ മോളെ കെട്ടി 20 വർഷമായി. എപ്പോഴും അങ്ങ് വെള്ളമടിയ പാമ്പ. 24 മണിക്കൂറും പാമ്പ. അവന് ഞാൻ ആ ചെലവിന് കൊടുക്കുന്നത്. ഇതുവരെ എന്നെ അടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ കൊത്തത്തില്ലെന്ന്. നിങ്ങളുടെ കുടുംബ പ്രശ്നം അവിടെ തീർത്തണേ. ടോക്കൺ നമ്പർ 30. ടോക്കൺ നമ്പർ 30?
ഞാൻ ആദ്യം വന്ന അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു. അപ്പൊ 1, 2 വിളി. ഇവിടെ 30 സ്റ്റാർട്ടിങ് നിങ്ങളെ വിളിച്ചത്. ഇവിടെ എല്ലാം കംപ്ലൈന്റ് ഒരു കാര്യം ചെയ്യ്. കൊണ്ടുവന്ന ആളിനൊരു ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ കടിച്ച പട്ടിയെ വിളിക്കുക. 5 or 6 പട്ടിയുടെ ലിസ്റ്റ് എൻ്റെ ഉണ്ട്. നീ വേണ്ട, അതൊക്കെ പിന്നാത്ത്. ഞാനിപ്പോ ഒരു ഇഞ്ചക്ഷൻ എടുക്കട്ടെ. ഈ ഇതിലൊന്നും ഇല്ല. ഏത് ഇതില്? ഇത് പിന്നെ എന്തുവാ? അയ്യോ മരുന്ന് പോയി. 350 രൂപ. 350 രൂപ. 350 രൂപ? 350 രൂപ. 350 രൂപ. ഇപ്പൊ ഈ മരുന്ന് നിന്നോട് വർത്താനം പറഞ്ഞ കൊണ്ടാ പോയത്. എന്റെ ബില്ല് എഴുതുന്നത്? നിന്റെ ബില്ലിൽ എഴുതും. നിന്റെ ബില്ലിൽ എഴുതും. ആഹാ, അത് ഞാനാ തീരുമാനിക്കും. അയ്യോ ഇതെന്താ? ഓയ് കൊണ്ടുവന്ന ആളിനൊരു ഇഞ്ചക്ഷൻ ഉണ്ടോന്ന് പറഞ്ഞേ. കൊണ്ടുവന്ന ആളില്ല, നല്ല ആടിന്. ആടിനാണോ? എന്റെ ദൈവമേ, ശകലം തെറ്റിപ്പോയത്. ഇപ്പൊ 2 മാസം കഴിയുമ്പോ 2 മുട്ടനാടെ പ്രസവിച്ചേന്. ഒക്കോണം അവിടുന്ന് ഇറങ്ങി. ഈ ആടിനെ പുളിയുടെ ഇല കൊടുക്കണം കേട്ടോ. അതെന്തിന്? പുളിയുടെ ഇല കൊടുത്താൽ ഇത് കുറയും. പുളി ഇറക്കണം, പുളി ഇറക്കണം, എന്നിട്ട് ആ ഇല കൊടുക്കാവൂ. അത് അത്രേ ഉള്ളൂ, അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞാനൊന്ന് ആടിനെ കൊണ്ടേ അകത്ത് കൊണ്ടേ ഇഞ്ചക്ഷൻ എടുത്തോളാം. അകത്ത് കൊണ്ടേ എടുത്തോളാം. അപ്പൊ വല്ല കാര്യമുണ്ടോ ഇവിടെ വരാൻ? ഈ ഡോക്ടറിനൊന്നും അറിയത്തില്ലെന്ന്. ഞാനൊരു പട്ടിയെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഇവിടെ വന്നതാ. വല്ല കാര്യം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരണ്ടേന്ന് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് തിരിച്ചു വിളിക്കാൻ ഒരു പട്ടിയില്ല. നീ വെള്ളം കുടി. എനിക്കാണെങ്കിൽ ഗുളികയും കഴിച്ചത് പേ ആയിരിക്കും. എനിക്ക് എന്നെ കാണുമ്പോൾ കണ്ണം കാണാൻ തള്ളി വരുന്നുണ്ടോ? ചെറുതായിട്ട് തള്ളുന്നുണ്ട്. എന്നാ വീട് ആരംഭമായിരിക്കും. ഞാൻ കാര്യം ഞാൻ പറയട്ടെ, ഇവന് ഈ മരുന്നും സംഭവം ഒന്നും അറിയത്തില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. എന്റെ ആടിന്റെ കാര്യം പറഞ്ഞു. അവനെ ഇവിടെ എന്തോ വേറെ എങ്ങാണ്ട് പറഞ്ഞു വിടുന്ന അവന്. നീ ഏതാടാ? നീ ആരാണ്? ഞാൻ ഇപ്പം വന്നതിനാടാ. നിന്നെ ഇവിടെ കണ്ടിട്ടുണ്ട്. നീ പഴയ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അല്ലേടാ? ഞാനോ? ആ ഉണ്ട്, എനിക്കറിയാം. നിന്നെ നല്ല പരിചയമുണ്ട്. എടാ നിനക്ക് ഇത്രയും നേരം ഞാനിവിടെ കണ്ടിട്ടില്ലേ? ഓ മറ്റേ അപ്പാപ്പ ഞാൻ പറഞ്ഞു ഈ പുള്ളി എടുത്ത് വരണ്ട. ഈ പുള്ളിക്ക് ഒന്നും അറിഞ്ഞൂടെ. നിന്നെ പട്ടി കടിച്ചോണ്ടാടാ നീ ഞാൻ ഇപ്പൊ. എന്നെ പട്ടി നിനക്ക് പേയും പിടിക്കൂലേ? എനിക്ക് പേയൊന്നും പിടിക്കത്തില്ല. ഞാൻ പറയട്ടെ, ഒന്നാമത്തെ കാര്യം മനുഷ്യന്മാരെ ക്രൂരന്മാരാണ്. പട്ടികളൊക്കെ പാവം. പട്ടികൾ പാവല്ലടാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുവാ പാവം? വീട്ടിൽ പശുവിനെ വളർത്തുന്നുണ്ടാ? പശുവിനെ വളർത്തുന്നുണ്ട്. 24 മണിക്കൂർ പാല് കറക്കുന്നുണ്ടാ? പാല് കറക്കുന്നുണ്ട്. ഇന്നേ വരെ ഒരു ഗ്ലാസ് ചായ നീ ആ പശുവിന് ഇട്ട് കൊടുത്തിട്ടുണ്ടോ? എന്റെ പശുവിന് ഒരു ഗ്ലാസ് ചായ ഇന്നേ വരെ ഞാൻ എന്റെ കൈ കൊണ്ട് കൊടുത്തിട്ടില്ല. മനുഷ്യന്മാര് ക്രൂരന്മാരാണെന്നേ. ക്രൂരന്മാര്. കോഴിയുണ്ടാ? കോഴിയുണ്ട്. മുട്ട തരുന്നുണ്ടാ? കോഴി മുട്ട തരുന്നുണ്ട്. എന്നേലും ഒരു ഡബിൾ ബുൾസ് അടിച്ച് നീ ആ കോഴി കൊടുത്തിട്ടുണ്ടോ? അയ്യോ എന്റെ ദൈവമേ, ഞാൻ ഇവിടെ വിളിക്കട്ടെ. ഞാൻ പറഞ്ഞു. ഹലോ എടീ, 5 കോഴിയുണ്ട്. 5 കോഴിക്കും ഇന്നത്തെ മുട്ട എടുത്ത് ഓംപ്ലേറ്റ് അടിച്ചു കൊടുത്തേരെ. കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മേടിച്ചാൽ മതി. ഞാനിത് നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ പോയത് ഇത്രയും നേരം? എന്റെ ആളുടെ കാര്യം ഒന്നുമായി. എന്റെ ദൈവമേ, അത് തീർത്തോ? ആടിന്റെ തലയിട്ട് വാറ്റിയാരെ എനിക്ക് കുടിക്കാൻ കൊണ്ട് വെച്ചതാണ് ഇത് രണ്ടുപേരും. പിന്നല്ലാതെ ആടിന്റെ തലയിട്ട് വാറ്റിയ ചാരായോ? എടാ ഇത് ചാരായോ? എനിക്കിപ്പോ മരുന്ന് വേണം ഈ സമയത്ത്. നമുക്കിനി നേരെ ജഡ്ജ്മെന്റ്സിലേക്ക് പോവാം. സ്റ്റാർട്ടിംഗ് വിത്ത് ബിജുകുട്ടൻ ചേട്ടൻ. സുജിത്ത്, സുധീഷ്, ഹരി, മൃഗാശുപത്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്കിറ്റുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ മൃഗാശുപത്രി വീണ്ടും എടുത്താലും നമുക്ക് കുറേ ഹ്യൂമറുകൾ കയറ്റാൻ പറ്റിയ കണ്ടന്റുകൾ അതിനകത്ത് കിട്ടും നമുക്ക്. പക്ഷെ എന്താണെന്ന് അറിയില്ല, നിങ്ങളുടെ മുൻകാല സ്കിറ്റുകൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അരികത്ത് കൊണ്ടുവന്ന് വെക്കാൻ ഈ സ്കിറ്റ് പറ്റില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. കോമഡി എന്ന് പറയുമ്പോൾ ചിരിക്കാൻ ഒരു പൊടിക്കൊന്ന് ചിരിക്കാൻ പറ്റിയെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ സുധീഷ് വന്നതിന് ശേഷമുള്ള മരുന്നുകൾ എഴുതി കൊടുത്തതിന് ശേഷം മരുന്ന് കഴിക്കുന്ന കുറച്ച് വിധങ്ങളുണ്ടല്ലോ, അതൊരു പുതുമയുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് ഒരു പൊട്ടിച്ചിരിക്കാനുള്ള ഒരു സാധ്യത ഒന്നും അതിനകത്ത് കണ്ടില്ല. ഈ കുരച്ചതിന് ശേഷം ഗുളിക കഴിക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ നർമ്മം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നിങ്ങൾ ചെയ്യുന്ന പോലെ നിങ്ങളൊക്കെ നമ്മളിവിടെ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്ഷൻ കാണിച്ചാൽ തന്നെ നമ്മൾ മലയാളികൾ എവിടെയുണ്ടോ അവിടെ പൊട്ടിച്ചിരി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അത് വെച്ച് നോക്കുമ്പോൾ അതൊന്നും വലിയൊരു ഹാസ്യമായിട്ട് തോന്നിയില്ലായിരുന്നു. പിന്നെ 3 പേരുടെ ക്യാരക്ടറൊക്കെ നന്നായിട്ടുണ്ട്. ആ ക്യാരക്ടർ ഉൾക്കൊള്ളുന്ന അതിനകത്തുള്ള തമാശകളാണ് നമുക്ക് വലുതായിട്ട് കിട്ടാഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ഒരു നെഗറ്റീവ് ഒന്നും ഇല്ലാതെ നല്ല പോസിറ്റീവായിട്ട് പറയുന്ന രീതിയിലും നല്ല കളക്ഷൻ ബാക്കിൽ വീടുന്ന രീതിയിലും നിങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കാം. ഓക്കെ, ബിജുകുട്ടൻ ചേട്ടാ. അടുത്തതായിട്ട് ഇക്ക. എന്താണ് പറയേണ്ടത്? സുഖമായില്ല എന്ന് വേണം പറയാം. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ഇവിടെ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി സംഭവം അങ്ങോട്ട് മൂവ് ആകുന്നില്ല എന്നുള്ളത് അല്ലേ? അറിയാം. സംഭവം ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം റിഹേഴ്സൽ കുറവാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. റിഹേഴ്സൽ കൂടുതലുണ്ടെങ്കിൽ പോലും അത് ഹിറ്റാവില്ല. കാരണം കൗണ്ടറുകൾ കുറവാണ്. കൗണ്ടർ ഉണ്ടെങ്കിലേ നമുക്ക് കഥയുള്ളൂ. ആ കൗണ്ടറിൻ്റെ ക്ഷാമം നല്ലപോലെ ഉണ്ട്.
നല്ല വെടിയും പുകയായിട്ടുള്ള 3 ആർട്ടിസ്റ്റുകളാണ് നിൽക്കുന്നത്. പക്ഷേ സബ്ജക്റ്റ് എന്തോ അങ്ങോട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമല്ലാതെ നമുക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടേതെന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പ് കോമഡി വരുന്ന സ്കിറ്റുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡ് വരെയും. പക്ഷേ ഇതെന്തോ ആ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സാരമില്ല, ഈ പോക്കിപ്പം ഇതിങ്ങനെ അങ്ങ് പോട്ടെ അല്ലേ. നമുക്ക് അടുത്ത പ്രാവശ്യം ഓടിച്ചിട്ട് നല്ലൊരു സാധനമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. പ്രചോദേട്ടാ, ഇന്ന് രാജേഷ് രാജേഷ് ഇല്ലല്ലേ കോമഡി? ആ രാജേഷ് വന്നില്ല ആ. ചേട്ടാ. അത് സംബന്ധിച്ച് ഞങ്ങൾ ഈ സ്കിറ്റ് അല്ല കളിക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, വേറെ സ്കിറ്റായിരുന്നു. ആ. പെട്ടെന്നാണ് രാജേഷിൻ്റെ അളിയന് സുഖമില്ലാതെ സീരിയസ് ആണ്. ഓക്കെ ഓക്കെ അപ്പം രാജേഷ് ഞാൻ രാവിലെ വിളിച്ച് പറയുന്നത് അവന് വരാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പം ഞങ്ങൾ രണ്ടും ഇവിടെ ആവുകയും ചെയ്തു. ഓ, അപ്പൊ നമ്മൾ ആ സ്കിറ്റ് അങ്ങ് മാറ്റി. അത് ഓ. കാരണം രാജേഷുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അല്ല, തക്കതായ കാരണമില്ലാതെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പോവാറില്ല. പിന്നെ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് സുധീഷിനെ കയറ്റി വേറെ സ്കിറ്റ് ചെയ്തതാ. നമ്മൾ ചെയ്യാനിരുന്ന സ്കിറ്റ് ഇതല്ലായിരുന്നു. അല്ല, അത് നമുക്ക് കളിയിൽ വ്യക്തമായി പറഞ്ഞ സംഭവം തന്നെ. രണ്ടുപേരും കാര്യങ്ങൾ നസറിക്കാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അതിന്റെ നെഗറ്റീവ് പറയുന്നില്ല. നമുക്ക് കാരണം എന്താണെന്നുള്ള മനസ്സിലായി. ആ വീഴ്ചകളെല്ലാം മാറ്റി നിർത്തി അടുത്ത് നമ്മളിത് പൊളിക്കുക കേട്ടോ. 3 പേർക്ക് വളരെ താങ്ക് യു പ്രചോദേട്ടാ. ഇനി നമുക്ക് നേരെ മാർക്സിലേക്ക് പോകാം. സ്റ്റാർട്ടിങ് വിത്ത് പ്രചോദേട്ടൻ തന്നെ പറഞ്ഞു. ഞാൻ ഒരു 5000 രൂപ കൊടുത്തു. ഓക്കെ, 5000. നെക്സ്റ്റ് ബിജുക്കുട്ടൻ ചേട്ടാ? ഞാൻ ഒട്ടും കുറക്കുന്നില്ല, 5000 രൂപ. ഓക്കെ, അങ്ങനെ 10000 രൂപയാണ് ഇപ്പൊ മൊത്തത്തിലായിരിക്കുന്നത്. ഇനിയൊക്കെയാണ് ഹൈഡ് ചെയ്ത് വെച്ചത്. ബാക്കി എൻ്റെ കയ്യിലുള്ളത് അങ്ങ് തരാം. കിടക്കുന്നു. 20,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കുഴപ്പമില്ല ചേട്ടാ, ഒരുപാടധികം കൗണ്ടേഴ്സ് ഉള്ള നല്ല ഒരു കിടിലൻ കോമഡി സ്കിറ്റുമായിട്ട് നമുക്ക് അടുത്ത തവണ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും മനസ്സ് നിറയെ വയറ് നിറയെ ഒരുപാട് ചിരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? ഞങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, ചേച്ചിമാരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.